മുഖ്തസർ 338 പേജ് 530. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുക യാ മൻ ശറഹ സുദൂറനാ ലിതൽഖീസിൽ ബയാനി ഫീ ഈളാഹിൽ മആനി വനവ്വറ ഖുലൂബനാ ബിലവാമിഇത് തിബിയാനി മിൻ മത്താലിഇൽ മസാനി ونصلي على نبيك محمد المؤيد دلائل إعجازه بأسرار البلاغة وعلى آله وأصحابه المحدثين قصبات السبق في مضمار الفصاحة والبراعة. وأما العقد فهو أن يظلم نصر لا على طريق الاقتباس. അമ്മൽ അഖ്ദു അപ്പോൾ അഖ്ദ് ഫഹുവ ഈ അഖ്ദ് അൻ യുള്ളമ നസുറുൻ നസറിനെ നളുമാക്കലാണ്. നസർ എന്ന് പറഞ്ഞാൽ ഗദ്യത്തെ നളുമാക്കുക, പദ്യമാക്കലാണ്. അതിനാണ് അഖ്ദ് എന്ന് പറയാം. ഖുർആനൻകാന ആ നസർ ഖുർആനാവട്ടെ ഔ ഹദീസൻ ആവട്ടെ ഔ മസലൻ അല്ലെങ്കിൽ പഴഞ്ചൊല്ലാവട്ടെ ഔ ഗൈറദാലിക അല്ലെങ്കിൽ ഖുർആനോ ഹദീസോ മസലോ അല്ലാത്ത ഹിക്മത്ത് പോലത്തതാവട്ടെ. അതെങ്ങനെയാണ് ഈ നസറിനെ നളുമാക്കല്? ലാ അലാ തരീഖിൽ ഇഖ്തിബാസി, അത് ഇഖ്തിബാസിന്റെ മാർഗത്തിലൂടെ അല്ലാതെ, ഇഖ്തിബാസിന്റെ തരീഖിന്റെ മേൽ അല്ലാതെ. ഇഖ്തിബാസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എന്ത് 525 പേജിൽ. അമ്മൽ ഇഖ്തിബാസു ഫഹുവ യുളമ്മനൽ കലാം, കലാമിൽ ഉൾക്കൊള്ളിക്കുക ശൈഅൻ മിനൽ ഖുർആനി അവിൽ ഹദീസി, ഖുർആനിൽ നിന്നിട്ടോ ഹദീസിൽ നിന്നിട്ടോ, അത് രണ്ടിൽ നിന്ന് മാത്രം ഒരു ശൈഇനെ കലാമിൽ ഉൾക്കൊള്ളിക്കുക. ലാ അലാ അന്നഹു മിന്നു, ഈ ശൈഇ ഖുർആനിലോ ഹദീസിലോ പെട്ടതാണ് എന്ന നിലക്കല്ല. അതായത് ഖുർആനിൽ പെട്ടതാണെന്നോ ഹദീസിൽ പെട്ടാണെന്നോ ഒരു അറിയിപ്പ് അതിൽ ഉണ്ടാകാൻ പാടില്ല. അതിനാണ് ഇഖ്തിബാസ് എന്ന് പറയുന്നത്. അങ്ങനെ ഖുർആനിനെ ഹദീസിനെ ഇങ്ങനെ ഉൾക്കൊള്ളിക്കുമ്പോൾ ചെറിയ മാറ്റം ഉണ്ടാകുന്നതിന് പ്രശ്നവുമില്ല. വലാ ബഅസ ബിതഗ്യീരിൻ യസീരിൻ ലിൽ വസ്നി വഗൈരിഹി, മുഖ്തസർ 527 പറഞ്ഞതാണ്. വസ്നിന് അല്ലെങ്കിൽ വസ്നല്ലാത്തതിനൊരു ചെറിയ മാറ്റം വന്നു ഖുർആനിലോ ഹദീസിലോ, അത് പ്രശ്നവുമില്ല. അപ്പോൾ ഇഖ്തിബാസ് ആവണമെങ്കിൽ എന്താവണം? ഖുർആനിനെയോ ഹദീസിനെയോ രണ്ടാലൊന്നിനൊരു കലാമിൽ ഉൾക്കൊള്ളിക്കുകയും അത് ഖുർആനിലോ ഹദീസിൽ പെട്ടതാണെന്ന അറിയിപ്പ് ഇല്ലാതിരിക്കുകയും വേണം. അതിൻ്റെ പുറമെ ചെറിയ ഒരു മാറ്റം, മാറ്റി ഒരു വ്യത്യാസപ്പെടുത്തലിന് പ്രശ്നവുമില്ല. അതാണ് ഇഖ്തിബാസ്. ആ ഇഖ്തിബാസിന്റെ തരീഖിലൂടെ അല്ലാതെ മുസന്നിഫ് ഉദ്ദേശിക്കുന്നത് ഇൻകാനൻ നസുറു, നസറിനെ നളുമാക്കലാണല്ലോ. അപ്പൊ നസർ ഖുർആനോ ഹദീസോ ആയാൽ, കാരണം ഈ നസർ ഖുർആനാവാം അല്ലെങ്കിൽ ഹദീസാവാം അല്ലെങ്കിൽ മസലാവാം ഔ ഗൈറദാലിക ആവാന്ന് പറഞ്ഞു. അപ്പൊ ഖുർആനോ ഹദീസോ ആയാൽ ഫനളുമുഹു, അതിന്റെ നെളുമ് ഇന്നമാ യകൂന അഖ്ദൻ, അത് അഖ്ദാകും എപ്പോൾ? ഇദാ ഗുയ്യിറ തഗ്യീറൻ കസീറൻ, കസീറായ വ്യത്യാസപ്പെടുത്തൽ ഉണ്ടായാൽ. ഇദാ ഗുയ്യിറ, ആ നസറിനെ വ്യത്യാസപ്പെടുത്തിയാൽ, തഗ്യീറൻ കസീറൻ, കസീറായ വ്യത്യാസപ്പെടുത്തിയാൽ. കാരണം കസീറായ തഗ്യീർ ഉണ്ടായാൽ അത് ഇഖ്തിബാസ് ആകൂല. അത് ഖുർആനും ഹദീസും അല്ലാത്തതായി മാറിപ്പോകും. അത് ഇഖ്തിബാസ് ആകൂല. അത് ഖുർആനിലോ ഹദീസിലോ പെട്ടതാണെന്നുള്ള അറിയിപ്പ് ഇല്ലെങ്കിലും അത് ഇഖ്തിബാസ് ആകൂല. അല്ലെങ്കിൽ ആ ഉശീറ അലി ഇഷാർത്താക്കപ്പെട്ടു. അപ്പോൾ നെളുമ് അഖ്ദാകുന്നത് എപ്പോഴാണ്? നസർ ഖുർആനോ ഹദീസോ ആയാൽ
അതിന്റെ നെളുമ് ഇന്നമായക്കൂന്ന് അക്തൻ അക്താഹും വിനാ ഹുയ്യിറ, ആ നെസറിനെ മാറ്റം വരുത്തിയാൽ തഹീറൻ കസീറൻ കസീറായ മാറ്റം വരുത്തൽ, അല്ലെങ്കിൽ ആ ഉഷീറ അലി ഇഷാർത്ത് ചെയ്യപ്പെട്ടില്ല അന്നഹു ഈ നെസർ മിനൽ ഖുർആന് അവിൽ ഹദീസിൽ പെട്ടതാണ് എന്നതിലേക്ക് ഇഷാറത്തുണ്ടായി. അങ്ങനെ ഇഷാറത്തുണ്ടായാൽ ഇക്തിബാസാകൂലല്ലോ. ലാ അലാ തരീഖിൽ ഇക്തിബാസി എന്ന് പറഞ്ഞില്ലേ. കാരണം ഖുർആനിലോ ഹദീസിലോ പെട്ടതാണ് എന്നതിലേക്ക് ഇഷാറത്തുണ്ടായാൽ അത് അക്താകും. കാരണം ഖുർആനിലോ ഹദീസിലോ പെട്ടതാണെന്ന് ഇഷാറുണ്ടായാൽ അത് ഇക്തിബാസാകൂല. അത് നേരത്തെ പറഞ്ഞു. ലാ അലാ അന്നഹു മിന്നോ, ഖുർആനിലോ ഹദീസിലോ പെട്ടതാണ് എന്ന മേൽ അല്ലാതെ, ആ രൂപത്തിലല്ലാതെ ഉൾക്കൊള്ളിക്കുമ്പോഴാണ് ഇക്തിബാസ്. അപ്പൊ ഖുർആനിലോ ഹദീസിലോ പെട്ടതാണ് എന്നതിലേക്ക് ഇഷാറത്തുണ്ടായാൽ അത് അക്താകും. വഇൻകാന ഖൈറൽ ഖുർആനി വൽ ഹദീസി, ആ നസ്ർ ഖുർആനോ ഹദീസോ അല്ലെങ്കിലോ, അതായത് മസലോ ഖൈറു ദാലിക്കയോ ആയി, ഫനളുമുഹു, ആ നസ്റിന്റെ നെളുമ അക്താണ് കൈഫമാക്കാന, അത് എങ്ങനെയായാലും ശരി. കൈഫമാക്കാനെന്ന് പറഞ്ഞാൽ അത് തഗീർ ഉണ്ടാവട്ടെ, ചെറിയ തഗീർ ഉണ്ടാവട്ടെ, അല്ലെങ്കിൽ കസീറായ തഗീർ ഉണ്ടാവട്ടെ, തീരെ തഗീർ ഇല്ലാതിരിക്കട്ടെ. ഇത് മസലിൽ പെട്ടതാണെന്ന് അറിയിപ്പുണ്ടാവട്ടെ, മസല് അല്ലെങ്കിൽ ഖൈറു ദാലിക്ക, ഖുർആൻ ഹദീസ് അല്ലാത്തതാണല്ലോ, അപ്പൊ അല്ലാത്തതിൽ പെട്ടതാണെന്ന് അറിയിപ്പ് ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ. കാരണം ഇഖ്തിബാസിൽ അതിന് ദഖലില്ല. ഇത് ലാ ദഖല ഫീഹി, ഈ ഖുർആനും ഹദീസും അല്ലാത്തതിൽ ദഖലില്ല. ലിൽ ഇഖ്തിബാസി, ഇഖ്തിബാസിന് ദഖലില്ല. കഖൗലിഹി ശൈറുൻ മാ ബാലു മൻ അവ്വലുഹു നുത്ഫത്തുൻ വജീഫത്തുൻ ആഖിറുഹു യഫ്ഖറു. മാ ബാലു മൻ അവ്വലുഹു നുത്ഫത്തുൻ വജീഫത്തുൻ ആഖിറുഹു യഫ്ഖറു. മാ ബാലു മൻ, ഒരുത്തന്റെ അവസ്ഥ എന്താണ്, അവ്വലുഹു അവന്റെ തുടക്കം നുത്ഫത്താണ്, വജീഫത്തുൻ ആഖിറുഹു അവന്റെ ആഖിർ ശവശരീരവുമാണ്. ഇങ്ങനത്തെ അവന്റെ അവസ്ഥ എന്താ, യഫ്ഖറു അവൻ തന്നെ അഹങ്കരിക്കുന്നവനാ നിലയിൽ. എന്താ അവന്റെ അവസ്ഥ? അൽ ജുംലത്തു യഫ്ഖറു എന്ന ജുംല ഹാലാണ്. ഐ മാ ബാലുഹു അവന്റെ അവസ്ഥ എന്താണ്, ആരുടെ അവസ്ഥ, അവ്വലു നുത്ഫത്തും ആഖിറു ജീഫത്തുമായവന്റെ അവസ്ഥ, മുഫ്തഖിറൻ അവൻ തന്നെ പവറ് നടിക്കുന്നവനായ നിലയിൽ എന്നാ. അക്ദുൻ, ഇത് അക്ദാണ്. അക്ദു ഖൗലി അലിയിൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖൗലിന്റെ അക്ദാണത്. എന്താ ഖൗല്? വമാ ലി ഇബ്നി ആദമ, ഇബ്നി ആദമിന് എന്താണ്, വൽ ഫഖ്റ ഫഖ്റോട് കൂടെ, വ ഇമ്മാ അവ്വലുഹു വൽ ഫഖ്റ, അല്ലേ? ഇബ്നി ആദമ വൽ ഫഖ്റ എന്ന് കഴിഞ്ഞിട്ട് വ ഇന്നമാന്നാണ്. വ ഇന്നമാ അവ്വലുഹു നുത്ഫത്തുൻ, തീർച്ചയായിട്ടും വ ഇന്നമാ അവ്വലുഹു നുത്ഫത്തുൻ, അവന്റെ അവ്വല് നുത്ഫത്താണ്, വ ആഖിറുഹു ജീഫത്താണ്. പിന്നെ പവറോടുകൂടെ, പവർ നടിക്കലോടുകൂടെ ഇബ്നു ആദമിന്റെ അവസ്ഥ എന്താണ്? ഈ നസറിനെ എന്താക്കി, പദ്യമാക്കി. അതിന് എന്ത് എന്ന് പറയും, അഖദ് എന്ന് പറയും. അമ്മൽ ഹല്ലു, അപ്പോൾ ഹല്ല്, ഫഹുവ ഹല്ല് എന്ന് പറഞ്ഞാല് അൻ യുൻസറ നളുമുൻ, നളുമിനെ പിടിച്ച് നസറാക്കുക, പദ്യത്തിനെ ഗദ്യമാക്കുക. ഇന്നമായക്കൂന് മഖ്ബൂലൻ, ഈ ഹല്ല് മഖ്ബൂലാകും ഇദാ കാന സബ്ഖുഹു, ആ നസറിന്റെ ഘടന ആയാൽ മുഖ്താറൻ, അത് സർവരും സർവരുടെ അടുക്കൽ മുഖ്താറായതായാൽ, മുഖ്താറായതാവണം അതിന്റെ സബ്ക്ക്.
അത് മഖ്ബൂലാകും ഇദാകാന സബുഖുഹു ആ നസറിന്റെ ഘടന മുഖ്താറാവണം, അതായത് മുഖ്താറാവണം, ഇഷ്ടപ്പെട്ടതാവണം. അതായത് ലാ യതകാസറു അൻ സബുക്കിൻ നളുമി, നളുമിന്റെ ഘടനയിൽ നിന്ന് ഭംഗിയിൽ കുറയരുത്. അപ്പൊ ചുരുക്കത്തിൽ ഈ നസറാക്കുമ്പോൾ എങ്ങനെയെങ്കിലും നസറാക്കിയാൽ പോരാ, അതിന്റെ ആ ഘടന പദാനുപദം വരൽ അത് നല്ല സജുഅത്തായ, പിന്നെ ഫിക്റുകൾ മുത്തസാവിയായ, ഏറ്റവും അഹ്സനായ സജിഇനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. അഹ്സനു സജിഇ മാ തസാവത്ത് ഖറാഇനുഹു എന്ന് പറഞ്ഞിട്ടുണ്ട്. സജിഇൽ നിന്ന് ഏറ്റവും ഭംഗിയുള്ളത് എന്താണ്? അതിന്റെ കരീനത്തുകൾ സമമായത്. നഹ്വു ഫീ സിദ്രിൻ മഖ്ലൂദ് വതൽഹിൻ മൻലൂദ് വളില്ലിൻ മംദൂദ്. അവിടെ ഫീ കൂട്ടരുത്. തുടക്കത്തില് ഒന്നോ രണ്ടോ ഹർഫുകൾ ആദ്യം ഉണ്ടാവും. സിദ്റും മഖ്ലൂദ്, തൊൽഹും മൻലൂദ്, ളില്ലും മംദൂദ്. ഫീ എല്ലായിടത്തും ഉള്ളതാണല്ലോ, ഫീന്റെ മാന എല്ലായിടത്തും ഉള്ളതാണ്. അപ്പൊ ഫീ കൂട്ടരുത്. അപ്പൊ സിദ്റും മഖ്ലൂദ്, തൊൽഹും മൻലൂദ്, ളില്ലും മംദൂദ് നല്ല നസറാണത്. കാരണം കരീനത്ത് മുസാവിയായ സജുഅത്ത ഒരു നസറാണ്. അപ്പോ ഏറ്റവും നല്ല ഭംഗിയുള്ളതാവണം. അതാണ്, എന്നാലേ മഖ്ബൂലാകുള്ളൂ. പിന്നെ വഅയ്യകൂന ആ നസറാവലാണ് ഹസനൽ മൗഖിഇ, ആ നസറിന്റെ ഓരോ സ്ഥലത്തും ആ നസറിന്റെ പദങ്ങൾ വരല് ഭംഗിയുള്ളതാവണം. മുസ്തഖിറൻ ഫീ മഹല്ലി, ആ മഹല്ലിൽ ഉറച്ചു നിൽക്കുന്നതുമാവണം. ഗൈറ ഖലിഖിൻ, അത് ഇളകി മറിയാത്തതും ആവണം. എന്ന് വെച്ചാൽ മുഖ്തദൽ ഹാലിനോട് യോജിച്ച് പറയണം. അപ്പൊ മുന്തിക്കണ്ടോടത്ത് മുന്തിക്കണം, പിന്തിക്കേണ്ട സ്ഥലത്ത് പിന്തിക്കണം, തൈക്കീത് ചെയ്യേണ്ട സ്ഥലത്ത് തൈക്കീത് ചെയ്യണം. അതിനെതിരായി വന്നാൽ അവിടെ അത് മുസ്തഖിറാവൂല, മാറ്റപ്പെടി അവിടുന്ന് എടുത്ത് മാറ്റേണ്ടി വരും. മുന്തിക്കേണ്ടതിനെ പിന്തിച്ചാൽ പിന്നെ അതിനെ പിന്തിച്ചോടത്തുനിന്ന് മുന്തിക്കേണ്ടി വരുമല്ലോ. അപ്പൊ ഗൈറക്കലിഖിൻ, അത് ഇളകി മറിയാത്ത ആ പദാനുപദം ഓരോ സ്ഥലത്തും വന്നത് ഉറച്ചു നിൽക്കുന്നതാവണം. ഗൈറക്കലിഖിൻ, അത് ഇളകി മറിയാത്തതാവണം. അതായത് ബലാഗത്തിൽ സൂക്ഷിക്കപ്പെടേണ്ടതൊക്കെ സൂക്ഷിക്കപ്പെടണം. കൗലി ബഅലിൽ മഗാരിബത്തി, ബഅലുൽ മഗാരിബത്തിന്റെ കൗല് പോലെ. എന്ത്? ഫഇന്നഹു ലമ്മാ കബഹത്ത് ഫിഇലാത്തുഹു വഹല്ലലത്ത് നഖലാത്തുഹു. ഇവിടെ കണ്ടോ, അതൊരു നസറാണ്. അവിടെ നോക്കുക, ഈ കബഹത്ത് ഫിഇലാത്തുഹു ഹല്ലലത്ത് നഖലാത്തുഹു അല്ലേ? ഈ ഫഇന്നഹു ലമ്മ അത് താഴമുള്ള ഫിക്രയിലേക്ക് ബന്ധപ്പെട്ടതായതുകൊണ്ട് കൂട്ടണ്ട. കബഹത്ത് ഫിഇലാത്തുഹു, ഫിഇലാത്തുഹു നഖലാത്തുഹു, ആ രണ്ട് കലിമത്ത് മുസാവിയാണ്. കബുഹത്ത് ഹങ്കലത്ത് വാവാത്തിന്റെ അർഫായിട്ട് പോയി. കബുഹത്തിൽ 4 അക്ഷരം, ഹങ്കലത്തിൽ 5 അക്ഷരവുമുണ്ട്. ഒരർഫ് രണ്ടാം ഫിക്രയിൽ അധികമുണ്ട്, അത്രേ ഉള്ളൂ. അതും അഹ്സനു സജിഇൽ പെടും. കാരണം 501 പേജിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, 501 പേജില് വഅഹ്സനു സജിഇ മാ തസാബത്ത് ഖറാഇനുഹു. പിന്നെ പറഞ്ഞു സുമ്മ മാതാലത്ത് കരീനത്തുഹു സാനിയത്തു. പിന്നെ രണ്ടാമത്തെ കരീനത്ത് നീളമായത്. ഇവിടെ രണ്ടാമത്തെ കരീനത്തിലൊരു 3 അധികണ്ട് ഹങ്കലത്തില്. ഫീലാത്തുഹു നഖലാത്തുഹു സമമാണ്. കബുഹത്ത് ഹങ്കലത്ത് ഒരർഫേ അധികമുള്ളൂ. അപ്പൊ അത് കരീനത്ത് മുസാബി ആയതിൽ ഉൾപ്പെടുത്താനേ ഉള്ളൂ. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഒരർഫല്ലേ അധികമുള്ളൂ. എന്നാലും സുമ്മ മാതാലത്ത് കരീനത്ത് ഹുസാനിയത്തു, രണ്ടാമത്തെ കരീനത്ത് തവീലായതിലേ ഉൾപ്പെടുള്ളൂ. അഹ്സൻ അല്ലാത്തത് ഏതാണ്? ഒന്നാമത്തത് എന്ത്?
തൊവീലാകരുത്, അത്രേ ഉള്ളൂ. രണ്ടാമത്തത് കസീറാവരുത്. ഒന്നാമത്തത് തവീലാകുമ്പോൾ രണ്ടാമത്തത് കസീറാവും. അത് അഹസന, അത് അതിന് ഭംഗിയില്ല, അത് ഭംഗിയില്ലാത്ത കരീനത്താണ്. ഇത് രണ്ടാമത്തത് കസീറാവല്. അപ്പോൾ ഈ കൊണ്ടുവരുന്ന നസിർ എന്താവണം? കരീനത്തുകൾ മുസാഫി ആയതോ അല്ലെങ്കിൽ രണ്ടാമത്തെ കരീനത്ത് തൊവീലായതോ ആയ സജിഅത്ത നസിറാവണം. അപ്പോഴാണ് നെറുവിന്റെ സബക്കിൽ നിന്ന് അത് ഭംഗിയിൽ കുറയാതിരിക്കുകയുള്ളൂ. പിന്നെ ഓരോ പദങ്ങളും വന്നത് ആ മഹലിൽ ഉറച്ചു നിൽക്കുന്നതാവണം, അത് ഇളകി മറിയാത്തതാവണം. കൗലി ബഅലിൽ മഹാരിബത്തി എന്ന് പറഞ്ഞു. എന്താ അതിന്റെ അർത്ഥം? ലമ്മാ കബുഹത്ത് ഫിഇലാത്തുഹു, അവന്റെ പ്രവർത്തനങ്ങൾ മോശമായപ്പോൾ, വഹല്ലലത്ത് നഖലാത്തുഹു, അതിന്റെ ഇപ്പൊ നേരെ അർത്ഥം എന്താണ്? അവന്റെ ഈത്തപ്പനകളുടെ കായകൾ കയ്പുള്ളതുമായപ്പോൾ, ആത്തങ്ങ പോലെ ആയപ്പോൾ നേരെ അർത്ഥതാണ്. ഐ സിമാറു നഖലാത്തിഹീന, ഹൻലലത്ത് നഖലാത്തുഹു എന്ന് പറഞ്ഞാൽ ഐ സിമാറു നഖലാത്തിഹി, ഈത്തപ്പനകളുടെ കായകൾ, അതായത് ഈത്തപ്പഴങ്ങൾ. ഇപ്പൊ ഫോവല അതിഫി മുലാഫി. ഇനി പറയട്ടെ, ഒൽ മുറാദു ബി അസുമാരി നഖലാത്തിഹി. നഖലാത്തുഹു എന്ന് പറഞ്ഞാൽ അസുമാറു നഖലാത്തിഹി എന്നാണ്. അവന്റെ നഖലാത്തിന്റെ ഈത്തപ്പനകളുടെ കായകൾ എന്നാണ്. അതായത് ഈത്തപ്പഴം കയ്പുള്ളതായപ്പോൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? നതായിജു അഫ്കാരിഹി, അവന്റെ ചിന്തിച്ച് കിട്ടുന്ന കാര്യങ്ങൾ എന്നർത്ഥം. അവന് ചിന്തിച്ച് കിട്ടുന്ന കാര്യങ്ങൾ കയ്പുള്ളതായി. ഐ സാറത്ത് വൽ മുറാദു ബി അസ്മാരി നഖലാത്തിഹി നതായിജു അഫ്കാരിഹീന. അതെ, കമാ അന്നൽ മുറാദ ബിൻ നഖലാത്തി അൽ അഫ്കാറു, നഖലാത്ത് കൊണ്ടുള്ള മുറാദ് ചിന്തകളാണ്. അപ്പൊ നഖലാത്തിന്റെ സിമാറ് എന്ന് പറഞ്ഞാൽ ആ ചിന്തകളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ. പിന്നെ അത് കയ്പുള്ള ആട്ടങ്ങ പോലെ ആയപ്പോൾ എന്ന് പറഞ്ഞത് അവന്റെ ചിന്തകൾ മോശമാണെന്നുള്ളതിലേക്ക് സൂചനയാണ് ഹൻവലത്ത് എന്ന് പറഞ്ഞത്. ഐ സാറത്ത് സിമാറു നഖലാത്തിഹി, അവിടെ മുലാഫിനെ കളഞ്ഞു എന്നറിയിച്ചതാണ്. അവന്റെ ഈത്തപ്പന തോട്ടങ്ങളിലുള്ള കായകളായി കൽ ഹൻവലി, ആട്ടങ്ങ പോലെയായി ഫിൽ മറാറത്തി, കയ്പ് രസത്തിൽ. കേട്ടോ, കയ്പ് രസത്തിൽ. അങ്ങനെ ആയപ്പോൾ ലം യസൽ സൂഉല്ലന്നി, അവന്റെ മോശമായ ധാരണ ആയി, അവന്റെ ഫീല് മോശമായി, അവന്റെ ചിന്തകൾ എന്തായി? ചിന്തകളും മോശമായി. അപ്പോൾ ലം യസൽ സൂഉല്ലന്നി, സൂഉല്ലന്നാകും, മോശമായ ധാരണയാകും. യക്താദു, അവനെ നയിക്കും. അയ്യക്കൂതുഹു, അവനെ നയിച്ചു കൊണ്ടുപോകും. ഇലാ തഖയ്യുലാത്തിൻ ഫാസിദത്തിൻ, ഫാസിദായ ഭാവനകളിലേക്കും, വതവഹുമാത്തിൻ ബാത്തിലത്തിൻ, ബാത്തിലായ ഊഹാപോഹങ്ങളിലേക്കും. കാരണം അവന്റെ ഫീലുകളെല്ലാം മോശമായി, അവന്റെ ചിന്തകളും മോശമായപ്പോൾ മറ്റുള്ളവരെ സംബന്ധിച്ചുള്ള സൂഉല്ലന്, അവന്റെ പ്രവൃത്തി തന്നെ മോശമാണല്ലോ. അവന്റെ പ്രവൃത്തി തന്നെ മോശമായപ്പോൾ എല്ലാവരും അവനെ പോലെയാണെന്നാണ് കരുതും. ലം യസൽ സൂഉല്ലന്നെ, സൂഉല്ലന്നാകും. കാരണം അവൻ ഏതായാലും മോശമായി ഇത് ചെയ്യുന്നവനാണ്, അവനെ പോലെയാണ് എല്ലാവരും അവൻ കരുതും. സൂഉല്ലന്നാകും. യക്താദുഹു അയ്യക്കൂദുഹു, അവനെ നയിക്കും. വ യുസദ്ദിഖുഹു, അവൻ വിശ്വസിക്കും. തവഹുമഹു, അവന്റെ ഊഹത്തിനെ. അല്ലത് എങ്ങനത്തെ ഊഹം? യഅ്താദുഹു, ആ ഊഹത്തിന് അവൻ പതിവാക്കുന്നുണ്ട്. മിനൽ ഇഹ്തിയാദി, അവൻ പതിവാക്കിയ ഊഹത്തിൽ അവൻ വിശ്വസിക്കുകയും ചെയ്യും. അപ്പൊ എന്താണ്? അവനെ പോലെയാണ് എല്ലാവരും. അവൻ എന്താണോ അവനിക്ക് തോന്നിയത് അതവന് വിശ്വസിക്കും. ഇത് ഹല്ലു കൗലി അബി തയ്യിബി, അബു തയ്യിബിന്റെ കൗലിന്റെ ഹല്ലാണ്. എന്ത്?
ഇദാ സാഅ ഫിഇലുൽ മർഇ സാഅത്തു ളുനൂനുഹു വസദ്ദക മാ യഅ്താദുഹു മിൻ തവഹുമീന. ഇദാ സാഅ ഫിഇലുൽ മർഇ മനുഷ്യന്റെ പ്രവൃത്തി ചീത്തയായാൽ സാഅത്തു ളുനൂനുഹു അവന്റെ ലന്നുകൾ മോശമാകും. വസദ്ദക അവൻ വിശ്വസിക്കുമായ ഇത്താദുഹു അവൻ പതിവാക്കിയ ഒന്നിനതെന്തിനാൽ മിൻ തവഹുമിൻ ഊഹാപോഹത്തിനാൽ. യശ്കു അബുത്തയ്യിബ് ആവലാത് പറയാണ് സൈഫുദ്ദൗലത്തിനെ പറ്റി. വസ്തിമാഉഹു ആ സൈഫുദ്ദൗലത്ത് കേൾക്കൽ ശ്രദ്ധിക്കലിനെയും ലി കൗലി അഇദാഇഹി അബുത്തയ്യിബിന്റെ ശത്രുക്കളുടെ കൗലിനെ എന്താണ് സൈഫുദ്ദൗല കേട്ടിട്ട് അതനുസരിച്ച് സൈഫുദ്ദൗല പ്രവർത്തിക്കുകയാണ്. ആ സൈഫുദ്ദൗലയെ പറ്റി അബുത്തയ്യിബ് എന്താണ് ആവലാതി പറയുകയാണ്. ഇതാണ് തൽമീഹു. അപ്പോൾ തൽമീഹ് സഹ സഹിയായി വന്നിട്ടുണ്ട്. ബി തക്ദീമില്ലാമി ലാമിനെ മുന്തിക്കൽ കൽ അലൽ മീമി മീമിനേക്കാൾ മിൻ ലമ്മഹു ലമ്മഹു എന്നതിൽപ്പെട്ടത് ലമ്മഹു എന്നതിൽ നിന്ന് പിടിച്ചതാണ്. തശ്ദീദിൽ മീമി ലമ്മഹു എന്ന് പറയും. ഇതാ അബ്സറഹു അതിനെ കണ്ടാൽ വനളറലി അതിലേക്ക് നോക്കിയാൽ കണ്ടാലൊക്കെ ലമ്മഹ ലമ്മഹ എന്ന് പറയും. വകസീറമ്മ അധിക സമയത്തും തസ്മഉഹും അവരെന്നെ കേൾക്കും യഖൂലൂന പറയുന്നതായിട്ട് ലമ്മഹ ഫുലാനുൻ ആദൽ ബൈത്ത ഈ ബൈത്തിനെ ഫുലാൻ നോക്കി അല്ലെങ്കിൽ ഫുലാൻ കണ്ടു. ഫഖാല കദാ അല്ലെങ്കിൽ ഔ ഫീ ഹാദൽ ബൈത്തി തൽമീഹുൻ ഈ ബൈത്തിൽ തൽമീഹുണ്ട്. എന്തിലേക്ക്? തൽമീഹ് സൂചന. ഇല എന്നും അവർ പറയുന്ന അർത്ഥം. യഖൂലൂന അവർ പറയും. കസീറമ്മ തസ്മഉഹും അവരെന്നെ കേൾക്കും. യഖൂലൂന പറയുന്നതായിട്ട് എന്താ പറയുന്നത്? ലമ്മഹ ഫുലാനും ഹാദൽ ബൈത്ത ഫഖാല കദാന്നോ ഔ ഫീ ഹാദൽ ബൈത്തി തൽമീഹുൻ ഇലാ ഖൗലി ഫുലാനിൻ എന്നോ പറയുന്നതായിട്ട് കേൾക്കും. ഈ ബൈത്തിൽ ഇശാറത്തുണ്ട് ഫുലാനിന്റെ കൗലിലേക്ക്. ഈ വമ്മ തംലീഹു മീമനെ മുന്തിച്ചിട്ടുള്ളത് ബി തക്ദീമിൽ മീമി അലല്ലാമി ലാമിനേക്കാൾ ബി മാനൽ ഇത്തിയാനി ബി ഷൈഇൽ മലീഹി. അപ്പൊ തംലീഹ് മീമനെ മുന്തിച്ചിട്ടുള്ളത് അതൊരു പുതുമയുള്ള വസ്തുവിനെ കൊണ്ടുവരാന്നുള്ള അർത്ഥം. കമാഫി തശ്ബീഹി അതൊക്കെ മുമ്പ് കഴിഞ്ഞു പോയതാണ്. തശ്ബീഹിലുള്ളത് പോലെ പിന്നെ കമാഫി തശ്ബീഹി വൽ ഇസ്തിആറത്തി വഹുവ ആ മീമനെ മുന്തിച്ചിട്ട് തംലീഹ് എന്ന് പറയൽ ആവുന കൊലത്തുന്ന അത് ഇവിടെ തരിച്ച കൊലത്താണ്. അത് രണ്ടും വ്യത്യാസമുണ്ട്. അതുകൊണ്ടാ കൊലത്ത് എന്ന് പറഞ്ഞത്. രണ്ടും വ്യത്യാസമുള്ളത് കൊണ്ടാണ്. ആവുന കൊലത്തുൻ മഹ്ലുൻ തനിച്ച കൊലത്താണ്. ഐ നശഅ മിൻ തവഹും ഇത്തിഹാദിൽ അഅമ്മി ബിൽ അഖസ്സി അഅമ്മ് അഖസ്സുമായി അഖസ്സിനോട് അഅമ്മും അഖസ്സും ഒന്നാണെന്നുള്ള ഊഹത്തിലാ ഉണ്ടായതാണ്. കാരണം അന്നൽ എത്തിയാന ബി ഷൈഇൽ മലീഹി മലീഹായ ഷൈഇനെ കൊണ്ടുവരൽ അഅമ്മു മിന തൽമീഹിനേക്കാൾ അഅമ്മാണ്. അപ്പൊ തംലീഹ് തൽമീഹിനേക്കാൾ അഅമ്മാണ്. അല്ലതി എങ്ങനത്തെ തൽമീഹ് ഉവൻ നളുറു തൽമീഹ് എന്ന് പറഞ്ഞാൽ നോക്കൽ മാത്രമാണ്. ഇലാ ഷിഇരിൻ ഔ ഖിസ്സത്തിൻ ഔ മസലിൻ ഷിഇർ ഖിസ്സ മസലിലേക്ക് നോക്കലാണെന്ത് തൽമീഹ് എന്ന് പറഞ്ഞാൽ. അതിലെന്തുണ്ട്? ഇത്തിയാനും ബിഷൈഇൽ മലീഹ് ഉണ്ട്. അപ്പോ തൽമീഹാണ് അഹസ്. അപ്പോ ഈ ഷിഇർ ഖിസ്സ മസലിലേക്ക് നോക്കലാണല്ലോ തൽമീഹ്. ആ തൽമീഹിനേക്കാൾ ആമാണ് തംലീഹ്. തംലീഹ് എന്ന് പറഞ്ഞാൽ മലീഹായ ഒരു ശൈലിയെ കൊണ്ടുവരാ എന്ന് അതിനുള്ളൂ തംലീഹ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ഇവിടെ തനിച്ച പിഴവാണ്. വൈനുഹിത മദ്ഹബ് എന്നത് മദ്ഹബായിട്ട് അംഗീകരിക്കപ്പെട്ടാലും ശരി, അത് രണ്ടും ഒന്നാണെന്നൊരു മദ്ഹബ് ഉണ്ടായാലും ശരി. പിന്നെ ഫഹുവ ഈ
തെൽമീഹിനെ സംബന്ധിച്ചല്ലേ നമ്മൾ പറയുന്നത്. അമ്മത്തദ്ലിഹു തൽമീഹ്. ഈ തൽമീഹ് യുഷാറ ഫി ഫഹ്വൽ കലാമി, കലാമിന്റെ മധ്യത്തിൽ ഇഷാറത്ത് ചെയ്യലാണ് ഇലാ കിസ്സത്തിൻ ഔ ഷിഇരിൻ, ഒരു കിസ്സയിലേക്കോ ഷിഇറിലേക്കോ, ഔ മസലിൻ സായിരിൻ സഞ്ചരിക്കുന്ന പഴഞ്ചൊല്ലിലേക്കോ, മിൻ ഗൈരി ദിക്രിഹി ഐ ദിക്രി കുല്ലി വാഹിദിൻ മിനൽ ഖിസ്സത്തി അവിൽ മസലി, ഖിസ്സ മസലിൽ നിന്നുള്ള ഓരോന്നിനെയും പരാമർശിക്കാതെ, മിൻ ഗൈരി ദിക്രിഹി അതിനെ പറയല് കൂടാതെ, ഐ ദിക്രി കുല്ലി വാഹിദിൻ മിനൽ ഖിസ്സത്തി അവിൽ മസലി, ഖിസ്സത്ത് മസലിൽ നിന്നുള്ള ഓരോന്നിനെയും പറയല് കൂടാതെ. അപ്പൊ ഐ ദിക്രി കുല്ലി വാഹിദിൻ മിനൽ ഖിസ്സത്തി അവിൽ മസലി, ഖിസ്സ മസലിൽ നിന്ന് ഒന്നിനെയും പറയല് കൂടാതെ. ഫത്തൽമീഹു തൽമീഹ് ഇമ്മാ ഫിൻ നളിമിലാണ് ഔ ഫിൻ നസ്റിലാണ് തൽമീഹ് ഉണ്ടാകുക കേട്ടോ. നളിമിലോ നസ്റിലോ. വൽ മുസാറു ഇലൈഹി ഫി കുല്ലി മിന്നുമാ, ഈ നളിമ് നസ്റിൽ നിന്ന് ഇഷാർത്ത് ചെയ്യപ്പെടുന്നത്, ഇത് രണ്ടിൽ നിന്നുള്ള ഓരോന്നിലും ഇഷാർത്ത് ചെയ്യപ്പെടുന്നത് ഇമ്മായക്കൂന കിസ്സത്തായിരിക്കും, അലി ഷിറായിരിക്കും, ഔ മസലൻ ആയിരിക്കും. അപ്പോൾ യസീറു ഈ തെൽമീഹാകും സിത്തത്തഖ്സാമിൻ 6 കിസ്മുകളാകും. 6 കിസ്മ. ഇനി വൽ മദ്കൂർ അല്ലേ, യസീറു സിത്തത്തഖ്സാമിൻ 6 കിസ്മുകളാകും. അപ്പോൾ ഫഹുവ തൽമീഹ് അൻ യുഷാറ ഫി ഫഹ്വൽ കലാമി, കലാമിന്റെ ഇടയിൽ ഇഷാറത്ത് ചെയ്യലാണ് ഇലാ ഖിസ്സത്തിൻ ഔ ഷിഇരിൻ ഔ മസലിൻ സായിരിൻ, ജനങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കുന്ന പഴഞ്ചൊല്ല്, ഷിഇർ, ഖിസ്സ എന്നിവയിലേക്ക്. മിൻ ഗൈരി ദിക്രിഹി ഐ ദിക്രി കുല്ലി വാഹിദിൻ മിനൽ ഖിസ്സത്തി അവിശ്ശിഇരി എന്ന് കൂട്ടിക്കൊടുക്കണം. അവിശ്ശിഇരി അവിൽ മസലി, ഈ ഖിസ്സത്ത്, ഷിഇർ, മസല് എന്നിവയിൽ നിന്ന് ഓരോന്നിനെയും പറയല് കൂടാതെ. ഫത്തൽമീഹു ഇമ്മാ ഫിൻ നളിമിലാണ് ഔ ഫിൻ നസ്റിലാണ്. വൽ മുസാറു ഇലൈഹി ഫി കുല്ലി മിന്നുമാ, ഈ നളിമ് നസ്ർ രണ്ടിൽ നിന്ന് ഓരോന്നിലും ഇഷാറത്ത് ചെയ്യപ്പെടുന്നത് ഇമ്മായക്കൂന കിസ്സത്തൻ ഔ ഷിഇറൻ ഔ മസലൻ. അപ്പൊ യസീറു തൽമീഹ് സിത്തത്ത അഖ്സാമ് ആകും. അപ്പോ സിത്തത്ത് അഖ്സാമാവലെങ്ങനെ? നളിമില് കിസ്സയിലേക്ക് ഇഷാറത്ത്, നളിമില് ഷിഇറിലേക്ക് ഇഷാറത്ത്, നളിമില് മസലിലേക്ക് ഇഷാറത്ത്. അതുപോലെ തന്നെ നസ്റിലും ഈ 3 എണ്ണത്തിലേക്ക് ഇഷാറത്ത്. വൽ മദ്കൂറു ഫിൽ കിതാബി, കിതാബിൽ പറയപ്പെട്ടത്, അതായത് മത്നില്, മിസാലു തൽമീഹി ഫിൻ നളിമി, നളിമിലുള്ള തൽമീഹിന്റെ ഉദാഹരണമാണ് ഇലൽ ഖിസ്സത്തി, ഖിസ്സയിലേക്കുള്ള ഉദാഹരണമാണ്, വശ്ശിഇരി ഷിഇറിലേക്കുമുള്ള. അപ്പൊ നളിമിൽ മസലിലേക്കുള്ള മിസാലിനെ മുസന്നിഫ് ഒഴിവാക്കി. അതുപോലെ തന്നെ നസ്റില് ഖിസ്സയിലേക്കും ഷിഇറിലേക്കും മസലിലേക്കുമുള്ള 3 ഉദാഹരണത്തെയും മുസന്നിഫ് ഒഴിവാക്കി. അപ്പൊ 4 ഉദാഹരണങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. കൗലിഹി ഷിഇറുൻ, എന്താണ്? ഫവല്ലാഹി മാ അദിരി അഹ്ലാമു നായിമിൻ അലമ്മത്ത് ബിനാ അം കാന ഫിർ റക്ബി യൂസഉ. ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മാതിരി ഞാൻ അറിയൂല, അഹ്ലാമു നായിമിൻ ഒരു ഉറങ്ങുന്നവന്റെ സ്വപ്നമാണോ, അലമ്മത്ത് ബിന നമ്മളിൽ ഇറങ്ങിയത്, അതോ ഹബീബിന്റെ ഷംസിനോട് തുല്യമായ ഹബീബിന്റെ മുഖമാണോന്ന.
അതോടെ സങ്കല്പിച്ചു കൊടുക്കണം. അംകാന ഫിർ റക്ബി യൂശഉ, അതോ വാഹന സംഘത്തിൽ യൂശ നബി ഉണ്ടോ? ഇവിടെ വസഫ ഷാഇർ വർണ്ണിക്കുന്നു ലുഹൂഖഹു, ഷാഇർ എത്തിച്ചേരലിനോട് ബിൽ അഹിബത്തിൽ മുർത്തഹിലീന, യാത്ര പോകുന്ന തൻ്റെ സുഹൃത്തുക്കളോട് ഷാഇർ ചേർന്നിട്ടുണ്ട് എന്ന സംഭവത്തെ വർണ്ണിക്കുന്നു. പിന്നെ ആരോടും ചേരലിനെ വർണ്ണിക്കുന്നു. തുലൂ ശംസിൻ വജിഹിൽ ഹബീബി, ഹബീബിന്റെ മുഖമാകുന്ന ശംസിന്റെ പ്രത്യക്ഷപ്പെടലിനെയും വർണ്ണിക്കുന്നു. എവിടുന്ന് പ്രത്യക്ഷപ്പെടുന്നു? മിൻ ജാനിബി ഖിദിരി ഫി ദുൽമത്തിൽ ലൈലി, രാത്രിയുടെ ഇരുളിൽ ഉള്ള ഒരു കൂടാരത്തിന്റെ സൈഡിൽ നിന്ന് ഹബീബിന്റെ മുഖം, ശംസാകുന്ന ഹബീബിന്റെ മുഖം പ്രത്യക്ഷപ്പെട്ടു എന്നതിനെയും വർണ്ണിക്കുന്നു. അപ്പോ ഒരു ദുർഭാവന കഥയാണ്. തൻ്റെ സുഹൃത്തുക്കളുടെ അടുക്കൽ എത്തിപ്പെട്ടു. അപ്പോൾ കൂട്ടത്തിൽ ഇരുട്ടുള്ള സമയത്ത് രാത്രിയിൽ ഒരു വെളിച്ചം കണ്ടു. ആ വെളിച്ചം തൻ്റെ ഹബീബിന്റെ മുഖമാണ് എന്ന് വർണ്ണിക്കുകയാണ്. സുമ്മസ്തഅലമദാലിക്ക, അതാണ്. അപ്പൊ രാത്രി ഇങ്ങനെ സുഹൃത്തുക്കളുമായി യാത്ര പോകുന്ന വാഹന സംഘത്തിലുള്ള സുഹൃത്തുക്കളുടെ അടുക്കൽ എത്തിപ്പെട്ടു. കൂട്ടത്തിൽ ഒരു വെളിച്ചം കാണുകയാണ്, പ്രകാശം. അത് ഹബീബിന്റെ മുഖമാണ് എന്ന് താൻ വിചാരിച്ചു. പിന്നെ എന്ത് കരുതി? ഈ രാത്രി സമയത്ത് സൂര്യൻ ഉദിക്കുകയില്ലല്ലോ, ഹബീബിന്റെ മുഖം ശംസിനോട് തുല്യമായതാണല്ലോ, ശംസ് രാത്രി ഉദിക്കുകയില്ലല്ലോ എന്ന് സുമ്മസ്തഅലമദാലിക്ക, ഈ സംഭവത്തെ, ഈ ഹബീബിന്റെ മുഖം പ്രത്യക്ഷപ്പെടല് അതൊരു വലിയതായ സംഭവമായി കണ്ടു. രാത്രി എങ്ങനെ ഇപ്പൊ സൂര്യൻ ഉദിക്കുന്നത്? അപ്പൊ രാത്രി എങ്ങനെ ഇപ്പൊ ഇവിടെ ഹബീബ് വരുന്നത്? അത് ഒരു വലിയതായി കണ്ടു. വസ്തഖറബ, അതൊരു അസാധാരണമായ സംഭവമായി കണ്ടു. വതജാഹല, ഷാഇർ അജ്ഞത നടിച്ചു, ജഹ്ല് നടിച്ചു. തഹയ്യുറൻ വ തദല്ലുഹൻ, പരിഭ്രമിച്ചിട്ടും അമ്പരപ്പുണ്ടായതിനു വേണ്ടിയും. എന്നിട്ട് വക്കാല ഷാഇർ പറഞ്ഞു, അഹാദാ ഹുൽമുൻ ഉറാഹു, ഞാൻ കണ്ട സ്വപ്നമാണോ? നോമി, ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടതാണോ ഈ വെളിച്ചം? അതല്ല ഹബീബിന്റെ മുഖം പ്രത്യക്ഷമായതാണോ? അതോ അംകാന ഫീമാ ബൈനർ റക്ബി യൂശഉ നബി അലൈഹി സ്വല്ലല്ലാഹു അലൈഹി അലാ നബിയിന വലൈഹിസ്സലാം, അതോ യൂശഉ നബി ഈ വാഹന സംഘത്തിലുണ്ടോ? എന്നാ പിന്നെ സൂര്യനെ തടഞ്ഞു നിർത്തിയിട്ടുണ്ടല്ലോ പണ്ട് യൂശഉ നബി. അതേപോലെ യൂശഉ നബി സൂര്യനെ തടഞ്ഞു നിർത്തി, അങ്ങനെ ഹബീബിന്റെ മുഖം ഇവിടെ വന്നതാണോ എന്നൊക്കെയാണ് ഷായിർ പറയുന്നത്. അല്ലാഹു അലം. അപ്പോ ഇതില് പിന്നെ ഫറദ്ദ ശംസ, അതാണ് അംകാന ഫീമാ ബൈനർ റക്ബി യൂശഉ നബി അലി സല്ലല്ലാഹു അലാ നബീന വലൈഹിസ്സലാം, അതോ വാഹന സംഘത്തിൽ യൂശഉ നബി ഉണ്ടോ? എന്നിട്ട് ഫറദ്ദ ശംസ, ആ യൂശഉ നബി, വാഹന സംഘത്തിലുള്ള യൂശഉ നബി ശംസിനെ തടഞ്ഞു നിർത്തി. ബിദുആഇഹി, യൂശഉ നബി ദുആ ചെയ്ത കാരണമായിട്ട്. അതാണ് ഇപ്പൊ ഷായിർ പറയുന്നത്. അപ്പൊ ഷായിർ പറയുന്നത് എന്താ? ഈ വാഹനത്തിൽ സഞ്ചരിക്കുന്ന തന്റെ അഹിബത്തുമായി അഹിബത്തിന്റെ അടുക്കൽ എത്തിച്ചേർന്നപ്പോൾ ഒരു വെളിച്ചം കണ്ടു രാത്രിയുടെ മറവിൽ. അത് ഈ ഇരുട്ടുള്ള രാത്രിയുടെ ഇരുട്ടിൽ ഒരു കൂടാരത്തിന്റെ സൈഡിൽ നിന്ന് ഹബീബിന്റെ മുഖം പ്രത്യക്ഷപ്പെട്ടതാണോ ഈ വെളിച്ചം? പിന്നെ അത് അത്ഭുതമായി കണ്ടപ്പോൾ അതല്ല, രാത്രി സൂര്യൻ ഉദിക്കൂലല്ലോ, അപ്പൊ യൂശഉ നബി എങ്ങാനും ഈ വാഹന സംഘത്തിൽ ഉണ്ടോ? എന്നാ പിന്നെ തടഞ്ഞു നിർത്താലോ. യൂശഉ നബി അങ്ങനെ പണ്ട് തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. അതാണ് പറയുന്നത്. അഷാറ, ഷായിർ ഇഷാറത്ത് ചെയ്തുല കിസ്സത്തി യൂശഉ അലൈഹിസ്സലാം, യൂശഉ നബിന്റെ കിസ്സയിലേക്ക്. വസ്തി കാഫിഹി ശംസ,
താൻ ഷംസിനെ യൂഷ നബി സൂര്യനെ തടഞ്ഞു നിർത്താൻ ആവശ്യപ്പെട്ടതിലേക്കും അലാമ റുവിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അനുസരിച്ച് എന്ത് അന്നഹു കാത്തല ജബ്ബാരീന യോമൽ ജുമാഅത്തി യൂസ നബി ജബ്ബാരിങ്ങളോട് വെള്ളിയാഴ്ച ദിവസം യുദ്ധം ചെയ്തു. ഫലമ്മ അതുപറത്തി ഷംസ് അങ്ങോട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പിന്നിട്ടപ്പോൾ ഹാഫ യൂസ നബി പേടിച്ചു. അൻ തഗീബ ഷംസ് അസ്തമിക്കലിനെ പേടിച്ചു. കബല യഫ്റുഹ മിന്നും അവരോടുള്ള യുദ്ധത്തിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പായിട്ട്. അതായത് വേദുഹുരസബുത്തു ശനിയാഴ്ച ദിവസം പ്രവേശിക്കലിനെ പേടിച്ചു. അങ്ങനെ ശനിയാഴ്ച ദിവസത്തിൽ യുദ്ധം അവർക്ക് ഹലാലല്ല. ഫലാ യഹല്ലു ലഹു ഖിത്താലുഹും അപ്പോൾ ഖിത്താലുഹും യൂസ നബിക്ക് ഹലാലാകൂല ഖിത്താലുഹും അവരോട് യുദ്ധം ചെയ്യൽ ഫീഹി ശനിയാഴ്ച ദിവസത്തിൽ. ഫദ അല്ലാഹ യൂസ നബി അള്ളാഹുവിനോട് ആ ചെയ്തു. ഫറദ്ദലഹു ശംസ അള്ളാഹു തആല ശംസിനെ മടക്കി കൊടുത്തു. അവിടെ പിടിച്ചു നിർത്തി എന്നർത്ഥം. ഹത്താ ഫറഹ മിൻ ഖിത്താലിഹിം അവരോടുള്ള യുദ്ധത്തിൽ നിന്ന് വിരമിക്കുന്നത് വരെ. അപ്പൊ നളുമിൽ ഒരു കിസ്സയിലേക്ക് ഇഷാറത്തുണ്ട്. അത് തൽമീഹാൻ. വക്ക കൗലിഹി ശൈറുൻ ഷായറിന്റെ കൗല് പോലെ. എന്താണത്? ഷായറിന്റെ കൗല് ലഅംറും മഅറംലായി വന്നാരി തൽതലി അറഖു വഅഹ്ഫാ മിൻക ഫിസാഅത്തിൽ കർബീൻ. അപ്പൊ ഈ ബൈത്തിൽ ഒരു കിസ്സയിലേക്ക് ഇഷാറത്തുണ്ടെന്ന് പറഞ്ഞു. ഇനി ഒരു ഷെയറിലേക്കുള്ള ഇഷാറത്തിന്റെ മുസന്നിഫ് പറഞ്ഞ ഉദാഹരണം കൂടി പറഞ്ഞാൽ മുസന്നിഫിന്റെ ഉദാഹരണം കഴിഞ്ഞു. അല്ല അമ്രു മുസ്ലിയാര് അല്ലാമുലിൽ ഇബ്തിദായി വഹുവ മുബ്തദഉൻ അമ്രാകുന്നത് മഅറംലായി ചൂടുള്ള ഭൂമിയോടെ കൂടെ. മഅറംലായി എന്ന് പറഞ്ഞാൽ ഐ മഅ ദിക്രി റംലായി വന്നാരീന ചൂടുള്ള ഭൂമിയെ പരാമർശിക്കലോടുകൂടെയും തീയിനെ പരാമർശിക്കലോടുകൂടെയും തീയും ചൂടും ഉള്ള സമയത്ത് അമ്ര, അതായത് ചൂടുള്ള ഭൂമിയെ തൊട്ട് തീയിനോട് സഹായം ചോദിച്ചാൽ കൂടുതൽ ചൂടല്ല ഉണ്ടാകുക. അങ്ങനെയാണ് അമ്രിന്റെ സ്വഭാവം. ആർക്കൊരു ഉപകാരം ചെയ്യാത്ത ആളാണ്. അങ്ങനത്തെ അമ്ര മഅറംലായി ചൂടുള്ള ഭൂമിയോടുകൂടെ വന്നാരി തീയോടുകൂടെയും. എങ്ങനത്തെ തീ? തെൽത്തതി അതിങ്ങനെ ആളിക്കത്തുകയാണ്. അങ്ങനത്തെ അമ്ര അറക്കു കനിവുള്ളവനാണ്, അലിവുള്ളവനാണ്. വഹഫ അവൻ ആരാണ്? മയം ചെയ്യുന്നവനുമാണ്. നിങ്ക നിന്നേക്കാൾ യാ മുഖാത്തബെ ഫി സാഅത്തിൽ കർബി ബുദ്ധിമുട്ടുള്ള അവസരത്തിൽ നിന്നേക്കാൾ കൂടുതൽ ഉപകാരം ചെയ്യുന്നവനാണ് അമ്ര. എന്ന് വെച്ചാൽ അമ്ര ഉപകാരം ചെയ്യാത്തവനാണ്, നീ അതിനേക്കാൾ കൂടുതൽ ഉപകാരം ചെയ്യാത്തവനാണ് എന്ന് ചുരുക്കം. ഇവിടെ എന്താ പറയുന്നത് നോക്ക്. മഅറംലായി അയ്യൽ അർലിൽ ഹാറത്തി ചൂടുള്ള ഭൂമിയോടുകൂടെ. അല്ലത്തെ ചൂടുള്ള ഭൂമി തെറുമത് ഫീഹൽ കദമു കാൽപാദങ്ങൾ കരിഞ്ഞു പോകും. ഐ തഹിത്തരിക്കു ഹാലും മിനൽ ലമീരി ഫി അറക്കു അറക്കൂലുള്ള ലമീറിൽ നിന്ന് ഹാല. അറക്കൂൽ ലമീർ അമ്രിലേക്കാണ് മടങ്ങുന്നത്. അപ്പൊ അമ്ര തന്നെ ചൂടുള്ള ഭൂമിയോട് കൂടെയാ നിലയിൽ. അപ്പോൾ ചൂടുള്ള ഭൂമിയോട് കൂടെയും തീയോടുകൂടെയും ഈ അമ്ര എന്ന് പറഞ്ഞാൽ എന്താ? ചൂടുള്ള ഭൂമിയെ തൊട്ട് തീയിനോട് സഹായം ചോദിച്ചാൽ കൂടുതൽ ഇടങ്ങേറല്ല ഉണ്ടാവുക. അപ്പൊ അമ്രനോട് സഹായം ചോദിച്ചാൽ കൂടുതൽ ഇടങ്ങേറാണ് ഉണ്ടാവുക. അങ്ങനത്തെ അമ്ര തൽതലി ഹാലും മിനൽ ലമീരി ഫി അറക്കു വന്നാറു മർഫൂഉൻ മഅ്തൂഫുൻ അലാ അമ്രുൻ. അമ്രുവിന്റെ മേൽ അത്തഫ് ചെയ്യപ്പെട്ട മർഫൂആണ്. ഔ മജ്റൂറുൻ മഅ്തൂഫുൻ അലാ റംലായി റംലാഇന്റെ മേൽ അത്തഫ് ചെയ്യപ്പെട്ട മജ്റൂറാണ്. അപ്പോൾ വന്നാരീന്നും വന്നാറൂന്നും ഉണ്ട്. തൽതലി ആ തീ തന്നെ ആളിക്കത്തുന്ന ആ നിലയിൽ. ഹാലും മിന്ന നാറിൽ നിന്ന് ഹാലാണ്. ഒമാക്കീല പറയപ്പെട്ട ഒന്ന് ഇന്നഹ
ഈ തൽത്തലീന്നുള്ളത് തൽത്തലീന്നുള്ളത് പിന്നെ സിഫത്തുൻ, അത് സിഫത്താണ്. ചില നുസയിൽ സിലത്തുന്നാണ്, രണ്ടും തന്നെ. പിന്നെ എന്നഹാ സിഫത്തുൻ അലാ ഹദ്ഫിൽ മൗസൂലി, മൗസൂലിനെ കളയലിന്റെ മേലുള്ള സിഫത്താണ്. ആ മൗസൂലാക്ക് സിഫത്ത് എന്നർത്ഥം. ഐ അന്നാരില്ലെത്തി എന്നൊരു മൗസൂലിനെ കളഞ്ഞിട്ടുണ്ട്. വന്നാറു തീയും, അല്ലെങ്കിൽ വന്നാരി തീയോടുകൂടെ. അല്ലത്തി എങ്ങനത്തെ തീയാണ് തൽത്തലീ, അത് ആളിക്കത്തുന്നു. അപ്പൊ ഹാലാക്കണ്ടെന്നർത്ഥം, സിഫത്താക്കി വെച്ചാൽ മതി. അത് തഅസ്സുഫുൻ, അതിന് ആവശ്യമില്ല. അത് വഴിവിട്ട ഒരു സംസാരമാണെന്ന് മാത്രമേ ഉള്ളൂ. ഹാജത്തിലെ അതിലേക്ക് ആവശ്യമില്ല. അങ്ങനത്തെ അമ്ര അറക്കു ഖബറുൽ മുബ്തദി മിൻ റക്കലഹു ഇദാ റഹിമഹു, അവർക്ക് ഗൃഫ ചെയ്തു. ഇദാ റഹിമഹു, അവർക്ക് കണ്ണു ചെയ്താൽ. വ അഹ്ഫ, ഏറ്റവും ദയ ഉള്ളവരുമാണ്. മിൻ ഹഫിയ അലൈഹി, മറ്റൊരുത്തനിക്ക് ഗൃഫ ചെയ്തു എന്നതിൽ നിന്ന് പിടിച്ചതാണ്. ഹഫിയ അലൈഹി എന്ന് പറഞ്ഞാൽ തലത്തഫ വ തശഫക്ക, മിങ്ക നിന്നേക്കാൾ അലിവുള്ളവനാണ് ഫീ സഅത്തിൽ കർബി, ബുദ്ധിമുട്ടുള്ള സമയത്തിൽ. അപ്പോൾ ഇവിടെ എന്താണ്? കൗലിഹി ശിറുൽ അംറും മഅറംലായി വന്നാറു തൽതദീ അറഖു വ അഹ്ഫാ മിൻക ഫീ സഅത്തിൽ കർബി. ഇശ്ആറുൻ ഇലൽ ബൈത്തിൽ മശ്ഹൂരി, പറയപ്പെട്ടൊരു ബൈത്തിലേക്കുള്ളൊരു ഇശ്ആർ, അറിയിപ്പ് ഇതിലുണ്ട്. ഏതാ പറയപ്പെട്ട ബൈത്ത്? വഹുവ ഖൗലുഹു ശൈറുൻ, ഒരു ഷായറിന്റെ കൗലാണ്. എന്ത്? അൽ മുസ്തജീറു ബി അംരിൻ ഇൻദ ഖുർബത്തിഹി കൽ മുസ്തജീരി മിനർ റംലാഇ ബിന്നാരി. അപ്പൊ അംറ്, ഖുർബത്ത്, റംലാ, നാറൊക്കെ ഈ ബൈത്തിലുണ്ടല്ലോ. എന്താ ഈ ബൈത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം? അൽ മുസ്തജീറു ബി അംരിൻ ഐ അല്ലദീ യസ്തജീറു ബി അംരിൻ, അമ്രിനോട് സഹായം ചോദിക്കുന്ന ആള്. ഇന്ദ കുർബത്തിഹി, ആ സഹായം ചോദിക്കുന്നവന്റെ ബുദ്ധിമുട്ടുള്ള അവസരത്തിൽ. കൽ മുസ്തജീരി മിനർ റംലായി ബിന്നാരി, ചൂടുള്ള ഭൂമിയെ തൊട്ട് തീയിനോട് സഹായം ചോദിക്കുന്നവനെ പോലെയാണ്. ആ ബൈത്തിലേക്ക് എന്തുണ്ട്? ഒരു ഇഷാറത്ത് ഇതിലുണ്ട്. അപ്പൊ ഷെയറിലേക്ക് ഉണ്ടാവല്ലോ. അല്ലമീറുൽ മൗസൂലില്ലതി, അപ്പോ അൽ മുസ്തജീറു അയ്യൽ മുസ്തഖീസു. ഇപ്പൊ എന്താ പറഞ്ഞത്? ഇഷാറുനിലൽ ബൈത്തിൽ മശൂരി വഹുവ ഖൗലുഹു, ആ മശൂറ ബൈത്ത് ഷായറിന്റെ കൗലാണ് ഷെയറുൻ. അൽ മുസ്തജീറു അയ്യൽ മുസ്തഖീസു ബി അംരി, അമ്രിനോട് സഹായം ചോദിക്കുന്നവൻ. കൽ മുസ്തജീരി മിനർ റംലായി, തീയുള്ള ചൂടിനെ തൊട്ട് സഹായം ചോദിക്കുന്നവനെ പോലെയാണ്. ആരോട്? അൽ മുസ്തജീറു ബി അംരിൻ ഇൻദ ഖുർബത്തിഹി, അവനിക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് ആ സഹായം ചോദിക്കുന്നവനൊക്കെ. അല്ലമീറു ലിൽ മൗസൂലി, ഖുർബത്തിഹിന്റെ ലമീർ മൗസൂലയിലേക്കാണ്. അൽ മുസ്തജീറു എന്ന് പറഞ്ഞാൽ അല്ലദീ യസ്തജീറു എന്നാണല്ലോ. ഐ അല്ലദീ യസ്തഗീസു, സഹായം ചോദിക്കുന്ന ആള്. ഇല്ല ഖുർബത്തി, ഒരു ബുദ്ധിമുട്ടുള്ള സമയത്ത്. ബി അംരിൻ, അമ്രിനോട്. കൽ മുസ്തജീരി മിനർ റംലായി, തീയിനെ തൊട്ട് സഹായം ചോദിക്കുന്നവനെ പോലെയാണ്. പിന്നാരി തീയിനോട്. അപ്പൊ സഹായം ചെയ്യൂല എന്നർത്ഥം. അമ്രുൻ ഹുവ, ഈ അമ്ര് ജസ്സാസ് ബിൻ മുറത്ത് എന്ന് പറഞ്ഞ ആളാ. വദാലിക ലമ്മാ റഹ്മാൻ കുലൈബൻ, ഇയാള് കുലൈബിനെ എന്ത് അമ്പറിഞ്ഞപ്പോൾ വഖഫ ഫൗക റഅസിഹി, ആ അമ്പ് ചെന്ന് കുലൈബിന്റെ തലയുടെ മേലെ പതിയുകയും ചെയ്തപ്പോൾ കാലലഹു കുലൈബ്, കുലൈബ് ഇയാളോട് പറഞ്ഞു, യാ അമ്ര, യാ അമ്രേ, അഗ്സിനി ബി ശിർബത്തിമായി,
അല്പം വെള്ളം കൊണ്ട് സഹായിക്കുന്നു. അപ്പൊ സഹായിച്ചില്ല. ഇതാണ് അമ്രിന്റെ സ്വഭാവം. ചോദിച്ചപ്പോൾ അമ്ര ചെയ്തു, ഇയാളുടെ കഥ കണ്ട് കഴിച്ചു, കൊന്നു എന്നർത്ഥം. ഫക്കീല, അപ്പോൾ പറയപ്പെട്ടു, അൽ ലഹു ഫക്കീല ലഹു അൽ മുസ്തജീറു ബി അംരിൻ അൽ ബൈത്ത്. ഫക്കീല ലഹു അൽ മുസ്തജീറു, ഫക്കീല, അപ്പൊ പറയപ്പെട്ടു, അൽ മുസ്തജീറു ബി അംരിൻ അൽ ബൈത്ത്. അപ്പൊ അയാളോട്, ഈ സഹായം ചോദിക്കുന്ന ആള്, ഈ പിന്നെന്താണ്, ഈ കുലൈബ് സഹായം ചോദിച്ചിട്ട് കൊടുത്തില്ലല്ലോ, സഹായം ചെയ്തില്ല, ഇയാളെ കൊന്നല്ലോ, കുലൈബിനെ കൊന്നല്ലോ. അപ്പോൾ അമ്രിനോട് പറയപ്പെട്ടു ഈ ബൈത്ത്, അൽ മുസ്തജീറു ബി അംരിൻ ഇൻദ ഖുർബത്തിഹി കൽ മുസ്തജീരി മിന റംലായി ബിന്നാഹിൽ ബൈത്ത്. അപ്പോ അമ്രിനെ പറ്റി അമ്രിനോട് പറഞ്ഞു കൊടുത്തതാണ്. ഈ സംഭവത്തിലേക്കൊരു ഇശാറത്തുണ്ട് നേരത്തെ പറഞ്ഞ ബൈത്തിൽ. ലഅംറുൻ മഅർ റംലായി വന്നാറു തൽതളീഹി അറക്കു വഅഹ്ഫാ മിൻക ഫീ സഅത്തിൽ കർബി. ഇങ്ങനെയുള്ള അമ്ര് മുഖാത്തബേ നിന്നേക്കാൾ നല്ലതാണ്, നിന്നേക്കാൾ നല്ല, നീ അത്രയും സഹായം ചെയ്യാത്തവനാണ് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. മുഖത്തസർ 339, പേജ് 533, 534. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുക യാ മൻ ശറഹ സുദൂറനാ ലിതൽഖീസിൽ ബയാനി ഫീ ഈളാഹിൽ മആനി വനവ്വറ ഖുലൂബനാ ബിലവാമിഇ التبيان من مطالع المثاني ونصلي على نبيك محمد المؤيد دلائل إعجازه بأسرار البلاغة وعلى آله وأصحابه المحدثين قصبات السبق في مضمار الفصاحة والبراءة. فصل من الخاتمة. ഇത് ഖാത്തിമയിൽ നിന്നുള്ള ഒരു ഫസിലാണ്. എന്തിനുള്ള ഫസില്? ഫി ഹുസ്നിൽ ഇബ്തിദാഇ വത്തഖല്ലുസി വൽ ഇന്തിഹാഇ. ഒരു കാര്യത്തിന്റെ തുടക്കത്തിലുള്ള ഭംഗിയിലും തുടക്കത്തിൽ നിന്ന് വിഷയത്തിലേക്കുള്ള പ്രവേശനത്തിലുള്ള ഭംഗിയിലും വൽ ഇന്തിഹാഇ വിഷയം അവസാനിപ്പിക്കുന്നതിലുള്ള ഭംഗിയിലുമുള്ള ഒരു ഫസലാണ്. യംബഗീലിൽ മുത്തക്കല്ലിമി, മുത്തക്കല്ലിമിന് ആവശ്യമാണ്, ഷാഇറൻ കാന ഔ കാത്തിബൻ, ആ മുത്തക്കല്ലിമ് ഷാഇറാവട്ടെ കാത്തിബാവട്ടെ, പദ്യം നിർമ്മിക്കുന്നവനാവട്ടെ അല്ലെങ്കിൽ ലേഖനം എഴുതുന്നവനാവട്ടെ, അയ്യത്ത അന്നക്ക, അവൻ എന്ത് ചെയ്യണം? അയ്യത്ത അന്നക്ക അയ്യത്ത തബ്ബഅൽ ആനിക്ക അയ്യല്ല ഹിസന, ഏറ്റവും നല്ലതിനോട് പിന്തുടരൽ ആവശ്യമാണ്. ഒരു തുടക്കം ഏറ്റവും അഹ്സനായതാവണം. ആനിക്ക് എന്ന് പറഞ്ഞാൽ അയ്യല്ല ഹിസന, ഏറ്റവും നല്ലതിനോട് പിന്തുടരുക. യുക്കാലു പറയപ്പെടും, തഅന്നക ഫിർ റൗളത്തി എന്ന് പറയും. എപ്പോ? ഇദാ വഖഅ ഫീഹ, ആ തോട്ടത്തിൽ ഇവൻ ചെന്നാല്, മുതതബ്ബിഅൻ ലിമാ, ഒന്നിനെ അന്വേഷിച്ചും കൊണ്ട് ചെന്നാല്, യൂനിക്കുഹു ഐ യുഅ്ജിബുഹു, ആ ഒന്ന് അവനെ അത്ഭുതപ്പെടുത്തും, അവനെ പുതുമപ്പെടുത്തുന്ന ഒന്ന് അന്വേഷിച്ചും കൊണ്ട് ചെന്നാലാണ് തഅന്നക ഫിർ റൗളത്തി എന്ന് പറയല്. ഫീ സലാസത്തി മവാദിഅ മിൻ കലാമിഹി,
ആ മുത്തക്കല്ലിമിന്റെ കലാമിൽ നിന്ന് 3 സ്ഥലങ്ങളിൽ ഏറ്റവും നല്ലതിനെ പിന്തുടരൽ ആവശ്യമാണ്. അതെന്തിനാണ്? ഹത്താ തക്കൂന തിൽക്കൽ മവാദിഉ സലാസത്തു, ആ 3 സ്ഥലങ്ങളും ആവാൻ വേണ്ടിയിട്ട്. അഇദബ ലഫ്ളൻ, ലഫ്ളാൽ ശുദ്ധമായതാവാൻ വേണ്ടി. ലഫ്ളാൽ എന്താവണം? ശുദ്ധമായതാവണം. അതെങ്ങനെ ലഫ്ളാൽ ശുദ്ധി ഉണ്ടാകല്? ബി അൻ തക്കൂന, അല്ലെങ്കിൽ ബി അൻ യക്കൂന, ലഫ്ള് ആവല് കൊണ്ട് ഫി ഗായത്തിൽ ബുഅദി അനി തനാഫുരി വസിക്കലി, തനാഫുറു സിക്കലിനെ തൊട്ട് ബുഅദിന്റെ അറ്റത്തിലാവുക. പിന്നെ അഹിസന സബുക്കൻ, ക്രമീകരണത്താൽ ഏറ്റവും നല്ലതും ആവാൻ വേണ്ടി. അതെങ്ങനെയാണ്? ബി അൻ തക്കൂന സബുക്കാൽ അഹിസനാവല്, ബി അൻ തക്കൂന ഫി ഗായത്തിൽ ബുഅദി മിന തഅക്കീദി, ലഫ്ലിയായ തഅക്കീദിനെ തൊട്ടുള്ള ബുഅദിന്റെ അങ്ങേയറ്റത്തിലാവുക. വത്തഖ്ദീമി വത്തഅഖീരിൽ മുൽതബിസി, സാമീന്റെ മേൽ ഇൽത്തിബാസ് ഉണ്ടാക്കുന്ന തഖ്ദീമ് തഅഖീർ, അതിനെ തൊട്ടും ബുഅദിന്റെ ഗായത്തിലാവുക. തഖ്ദീമ് തഅഖീർ ആവശ്യമുള്ള സ്ഥലങ്ങളുണ്ട്, അല്ലാതെ ഇൽത്തിബാസാക്കുന്ന തഖ്ദീമ് തഅഖീർ, അതിനെ തൊട്ടും ബുഅദിന്റെ അങ്ങേയറ്റത്തിലാവുക. പിന്നെ വഅൻ തകൂനൽ അൽഫാദു മുത്തഖാരിബത്തൻ, അൽഫാദ് എന്താവണം? പരസ്പരം തുല്യമായതാവലാണ്. ഫിൽ ജസാലത്തി വൽ മത്താനത്തി, ഭാഷാശുദ്ധിയിലും ഭാഷയുടെ ഒരു ഉറപ്പിലും, പിന്നെ വരിക്കത്തി വസ്സലാസത്തി, നേർമയിലും അയവിലും ഒക്കെ എന്താണ്? അൽഫാദ് തുല്യമായതാവണം. ഓരോ കലിമത്തുകൾ പരസ്പരം എന്താവണം? തുല്യമായതാവണം. ഒരു കലിമത്ത് കഴിഞ്ഞ് മറ്റേ കലിമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതെന്താണ്? ശുദ്ധിയിലും സ്ഥിരതയിലും നേർമയിലും അയവിലും ഒക്കെ പരസ്പരം തുല്യമായതാവണം. പിന്നെ ഫിൽ ജസാലത്തി വൽ മത്താനത്തി വഅൻ യകൂനൽ മആനി മുത്തനാസിബത്തൻ ലി അൽഫാദിഹ, മഅനകൾ അതിന്റെ അൽഫാദുകളോട് യോജിച്ചതുമാവണം. മിൻ ഗൈരി അൻ യുക്തസൽ ലഫ്ളു ശരീഫു, ഉയർന്ന ലഫ്ളിനിക്ക് നൽകൽ കൂടാതെ. അൽ മഅന സഗീഫു, ദുർബലമായ മഅന. ഉയർന്ന ലഫ്ളിനിക്ക്, ഉയർന്ന ലഫ്ള് എന്ന് പറഞ്ഞാൽ അല്ലഫ്ളു ശരീഫു എന്ന് പറഞ്ഞാൽ എന്താണത്? അത് ബദീഇയായ മുഹസ്സിനാത്തിനെ ഉൾക്കൊള്ളിച്ച ലഫ്ളാകുമ്പോൾ അത് ശരീഫായ ലഫ്ളായിരിക്കും. ബദീഇയായ മുഹസ്സിനാത്ത് ഇല്ലാത്ത ഒരു ലഫ്ളും അത് ഉള്ളതായ ഒരു ലഫ്ളും നോക്കുമ്പോൾ ബദീഇയായ മുഹസ്സിനാത്ത് ഉള്ള ലഫ്ള് അത് ശരീഫായ ഉയർന്ന ലഫ്ളാണ്. അങ്ങനെയുള്ള ലഫ്ളിനിക്ക് നൽകൽ കൂടാതെ അൽ മഅന സഖീഫു, ദുർബലമായ മഅന നൽകൽ കൂടാതെ. ദുർബലമായ മഅന, സഖീഫായ മഅന എന്ന് പറഞ്ഞാൽ അതെന്താണ്? സാമീനിക്ക് ആ മഅനയിൽ ഒരു ഫായിദയുമില്ല, മുക്തദ ഹാലിനോട് യോജിക്കാത്തതിന് വേണ്ടി. അപ്പോൾ ശരീഫായ ലഫ്ളിനിക്ക് ശരീഫായ മഅന നൽകണം. ഔ അലൽ അക്സി, അല്ലെങ്കിൽ അക്സിന്റെ മേൽ. അക്സ് എന്ന് പറഞ്ഞാൽ സഖീഫായ ലഫ്ളിനിക്ക് ശരീഫായ മഅനയും നൽകരുത്. സഖീഫായ ലഫ്ള് എന്ന് പറഞ്ഞാൽ മുക്തൽ ഹാലിനോട് യോജിക്കാത്ത ലഫ്ള്. ശരീഫായ
അവലൽ അക്സി. അക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹീഫായ ലഫ്ദിനിക്ക് ഷരീഫായ മഅന നൽകരുത്. അത് ഖബീസൂന ലിൽ ഖബീസാത്തി വൽ ഖബീസാത്തു ലിൽ ഖബീസീന വത്തയ്യിബൂന ലിത്തയ്യിബാത്തി വത്തയ്യിബാത്തു ലിത്തയ്യിബീന. ഉണ്ടോ? പിന്നെ അപ്പൊ സഹീഫായ ലഫ്ദിനിക്ക് ഷരീഫായ മഅനയും നൽകരുത്. ഷരീഫായ ലഫ്ദിന് ഷരീഫായ മഅന കൊടുക്കുക, സഹീഫായ ലഫ്ദിന് സഹീഫായ മഅനയും നൽകുക. പിന്നെന്താണ്? വൽ യുസാഖാനി, ആ ലഫ്ദിനെയും മഅനയും നിർമ്മിക്കണം സിയാഹത്ത തനാസുബിൻ വ തലാഉബിൻ, പരസ്പരം അനുയോജ്യമായതും ചേർന്നു നിൽക്കുന്നതുമായ നിലയിൽ എന്താവണം? നിർമ്മിക്കണം. അപ്പോൾ പറഞ്ഞെന്താണ്? അഅദബ ലഫ്ദൻ വ അഹ്സന സബ്കൻ വ അസഹ മഅനൻ, മഅനയാൽ ഏറ്റവും സിഹത്തുള്ളതുമാവണം. അപ്പോൾ നല്ലതിനെ, ഏറ്റവും പുതുമയുള്ളതിനെ പിന്തുടരുക. ലഫ്ലാൽ എന്താവുക? ശുദ്ധമായതാവുക, ക്രമീകരണത്താൽ മെച്ചപ്പെട്ടതാവുക, മഅന ഏറ്റവും സിഹത്തുള്ളതുമാവലുമാണ്. ഇത് മുത്തകല്ലിമിനിക്ക് ആവശ്യമാണ്. അതെന്താണ്? മഅന ബിഅൻ യസ്ലമ മിന തനാഖുലി, മഅനയിൽ തനാഖുൽ ഉണ്ടാകുന്ന തൊട്ട് രക്ഷപ്പെടുക. തനാഖുൽ ഉണ്ടാകരുത്. ആദ്യം പറഞ്ഞതിനോട് എതിര് രണ്ടാമത് വരരുത്. വൽ ഇംതിനായി, ഇംതിനായിനെ തൊട്ടും രക്ഷപ്പെടലാണ്. ആദ്യം ഒരു കാര്യം സ്ഥാപിച്ചു, രണ്ടാമത് പറയുമ്പോൾ ആ കാര്യം ബാത്തിലാവുക, മുംതനി ആവുക, അതൊന്നും ഉണ്ടാകരുത്. വല്ലിബിത്തിദാലി, പഴയതിനെ തൊട്ടും രക്ഷപ്പെടുക. സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന ആ പഴകിയതും തഴകിയതുമായ മാനയെ തൊട്ട് രക്ഷപ്പെടുക. ഓ മുഖാലഫത്തിൽ ഉറുഫി, ഉറുഫിനോട് എതിരാവലിനെ തൊട്ടും രക്ഷപ്പെടലാണ്. ഉറുഫിനോട് എന്താവരുത്? എതിരാവരുത്. ബലീഹിയായ ഉറുഫിനോട് എതിരാവല് ഫസാഹത്തിന് തകരാറ് പറ്റിയതുപോലെയാണ്. എന്താ ഒനഹ്വിദാലിക്ക, അതുപോലെ തന്നെ തൊട്ടൊക്കെ രക്ഷപ്പെടണം. അഹദുഹ, ആ മൂന്ന് സ്ഥലങ്ങളിൽ നിന്ന് ഒന്നാമത്തത് അൽ ഇബ്തിദാഉ, ഇബ്തിദാ ആണ്. തുടക്കം എങ്ങനെയാവണം? ലിഅന്നഹു, തീർച്ചയായിട്ടും ഇബ്തിദാ അവ്വലുമാ യഖറഉ സമഅ, കേൾവിയെ മുട്ടുന്ന ഒന്നിന്റെ ആദ്യമാണല്ലോ. ഫഇൻ കാന, ആ അവ്വലുമാ യഖറഉ സമഅ ആണെങ്കിൽ അദ്ബൻ, അത് ശുദ്ധമായതാണെങ്കിൽ, ഹസന സബ്കി, അതിൻ്റെ ക്രമീകരണം മെച്ചപ്പെട്ട ശുദ്ധമായ ഭാഷയാണെങ്കിൽ, സഹീഹൽ മഅന, മഅനക്ക് സിഹത്തുള്ളതും ആവുകയാണെങ്കിൽ, അഖ്ബല സാമിഉ അലൽ കലാമി, സംസാരം കേൾക്കാൻ സാമി ആവേശത്തോടുകൂടെ ശ്രദ്ധിക്കും. ഫവഅ ജമീഅഹു, ആ കലാമു മുഴുവനും അവൻ സൂക്ഷിക്കും. വയില്ല, തുടക്കം തന്നെ എന്തല്ല, മഅനക്ക് സിഹത്തില്ല, കലാമ് ക്രമീകരണം തെറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഭാഷ ശുദ്ധമായതല്ല. അങ്ങനെയൊക്കെയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ, ഈ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ലഫ്ളാൽ അഇദബല്ല, അതുപോലെ തന്നെ സബുക്കാൽ അഹിസനുമല്ല, മഅനയാൽ സിഹത്തുമില്ല. ഇതിൽ മൂന്നിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഇല്ലെങ്കിൽ സാമി അതിനെ തൊട്ട് പിന്തിരിയും. വൈങ്കാനൽ ബാക്കി ഫി വായത്തുൽ ഹുസ്നി, ബാക്കിയുള്ളതൊക്കെ നല്ല ഭംഗിയുടെ അങ്ങേ അറ്റത്തിലാണ്, എന്നാലും ശരി. ഫൽഇബ്തിദാഉൽ ഹസനു ഫി തിദ്കാരിൽ അഹിബത്തി വൽ മനാസിലി. ഉണ്ടോ? പ്രിയ സുഹൃത്തുക്കളെ
പറയുന്നോടത്തും വീടുകളെ പരാമർശിക്കുന്നോടത്തുമുള്ള ഭംഗിയായ ഇബ്തിദാഅ് കൗലിഹി ഷാഇറിന്റെ കൗല് പോലെയാണ്. എന്ത് ഖിഫാ നബിക്ക് മിൻ ദിക്റ ഹബീബിൻ വമൻസിലി ബിസ്ഖത്തിൽ ലിവാ ബൈന ദഖൂലി ഫഔമലി. കണ്ടോ ഖിഫ, ഈ ഖിഫ എന്ന് പറഞ്ഞത് ഇവിടെ ദസൂഖിൽ കാണാം 531 പേജില് ഖിതാബുൽ വാഹിദി. അപ്പൊ ഖിഫ എന്ന് പറഞ്ഞാൽ കിഫ് കിഫ് കമാ ജറത്ത് ബിഹി ആദത്തുൽ അറബി മിൻ ഖിതാബിൽ വാഹിദി ബി ഖിതാബിൽ ഇസ്നൈനി. ഇസ്നൈനിയോടുള്ള ഖിതാബ് കൊണ്ട് വാഹിദിനോട് ഖിതാബിടും. ഔ അന്നൽ ഫീല മുഅക്കദും ബിൽ ഖഫീഫത്തി കുലിബത്തി നൂനു അലിഫൻ ഇജ്റാഅൻ ലിൽ വസ്ലി മദ്റൽ വഖഫി. വഖഫിന്റെ സ്ഥാനത്ത് വസ്ലിനെ നടത്തിയിട്ട് കിഫൻ എന്ന് പറയേണ്ടടുത്ത് കിഫാദ് പറഞ്ഞു. കാരണം വഖഫിൽ എന്ത് ചെയ്യാം, ഖഫീഫാന്റെ നിന്ന് അലിഫാക്കി മാറ്റാം. ഇവിടെ വസ്ലിലും അങ്ങനെ ചെയ്തു എന്നർത്ഥം. അങ്ങനെ രണ്ടാളൊന്ന് വെക്കാം. ഏതായാലും ഒന്നിരിക്കൽ കിഫ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നീ നിൽക്ക്, അല്ലെങ്കിൽ കിഫ നീ നിക്കടോ നബിക്ക് നമുക്കൊന്ന് കരയാം. ഇത് നല്ലൊരു തുടക്കമാണ് ഹബീബിനെ പറയുന്ന സമയത്ത്. മിൻ ദിക്റ ഹബീബിൻ വമൻസിലി, ഹബീബിനെ ഓർക്കൽ മൂലവും അവന്റെ വീടിനെ ഓർക്കുന്നതിനാലും നമുക്കൊന്ന് കരയാമല്ലോ, നീ നിക്കടോ അവിടെ. അത് നല്ല തുടക്കമാണ്. എവിടെ ബി സിക്കത്തുല്ലിവ, സിക്കത്തുല്ലിവയിൽ അതിന്റെ അർത്ഥം പറയുന്നുണ്ട്. അതായത് എന്താണ്, മുറിഞ്ഞു കിടക്കുന്ന മണൽത്തരികൾ ഉള്ള സ്ഥലത്ത്. അത് തന്നെ ബൈന ദഹൂലി ഫഹൗമലി, ദഹൂർ അഹ്മല് എന്ന രണ്ട്, ദഹൂൽ എന്ന നാടിന്റെ ഇടയിലും പിന്നെ ഹൗമല് എന്ന നാടിന്റെ ഇടയിലും. ഇവിടെ അസ്തിഖത്തു മുങ്കത്തി ഉറംലി, മുങ്കത്തി ഉറംലി മണലിൽ നിന്ന് മുറിഞ്ഞു കിടക്കുന്ന അവസാന ഭാഗങ്ങൾ. ഇതാണ് മുങ്കത്തി ഉറംലി. അതാണ് സിഖത്തിന്റെ മാന. സിഖത്തുല്ലിവ വസിഖത്തു, അസിഖത്തു മുങ്കത്തി ഉറംലി മണലിൽ നിന്ന് മുറിഞ്ഞു കിടക്കുന്നത്. പിന്നെ ഹൈസു യദുക്കു, അതെന്താണ്, നേരിയതാവുന്ന സമയത്ത് ഇങ്ങനെ മുറിഞ്ഞു കിടക്കും. വല്ലിവ, ലിവ എന്ന് പറഞ്ഞത് റംലും മുഅവ്വജുൻ യുൽത്തവ അല്ലേ, അതൊരു വളഞ്ഞു കിടക്കുന്ന മണലാണ് യുൽത്തവ. പിന്നെ കൂടിക്കിടക്കുന്ന വളഞ്ഞു കിടക്കുന്ന മണ്ണ്. വദ്ദഖൂലു വഹമലു മൗലി ആനി, രണ്ട് സ്ഥലമാണ്. വൽ മഅന ബൈന അജ്സാഇ ദഖൂലി, ദഖൂലിന്റെ ഇടയിലും പിന്നെ ഹൗമലിന്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ, ഈ ദഖൂലിന്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ദഖൂൽ ഒരു സാധനമാണ്, ഒരു സാധനത്തിന് ഇടയിൽ എന്ന് പറയാൻ പറ്റൂല. അപ്പൊ ദഖൂൽ എന്ന നാടിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഫഹൗമലിന്ന, അതാണ് അജ്സാഇ ദഖൂലി എന്ന് പറഞ്ഞു. പിന്നെ ഹൗമൽ എന്ന നാടിന്റെ പല ഭാഗങ്ങളിലായിട്ട് എന്ന് പറയുമ്പോൾ എന്തായി, ബൈന ഇട്ട് ഉപയോഗിക്കാം. ഖൗലുഹു വൽ മഅന അയിലി യസിഹൽ ലത്ഫു ബിൽ ഫായി ഫഹൗമൽ എന്ന് ആണല്ലോ ഉള്ളത്. ദഖൂലിന്റെയും ഹൗമലിന്റെയും ഇടയിൽ എന്ന് പറയുമ്പോൾ വാവ് കൊണ്ടുള്ള അർത്ഥമാണെങ്കിൽ ബൈന പറ്റും. അത് പിന്നെ ദഖൂലിന്റെ ഇടയിൽ പിന്നെ ഹൗമലിന്റെയും. വഹാദ ജവാബും അമ്മാ യുക്കാലു ഇന്ന ബൈന ലാ തുലാഫു ഇല്ലാലി മുതഅദ്ദിദിൻ കമാ യുക്കാലു ദഖൽതു ബൈനൽ ഖൗമി വദാറു സൈദിൻ ബൈന ദാരി അംരിൻ വദാരി ബക്രീൻ. അപ്പോൾ ഇവിടെ അഹ്മൽ എന്ന് പറഞ്ഞാൽ ഫാ കൊണ്ടല്ല അത്തഫ്. അപ്പൊ അഹ്മലിന്റെ ഇടയിൽ, ഹൗമലിന്റെ
പല ഭാഗങ്ങളുടെ ദഹൂലിന്റെ ഇടയിൽ, ദഹൂലിന്റെ പല ഭാഗങ്ങളുടെ ഇടയിൽ. പിന്നെ ഒഫി, അപ്പൊ ഇവിടെ തുടക്കം നല്ല ഭംഗിയാണ്. കിഫാന് ബിക്കി എന്ന് പറഞ്ഞു. ഇനി ഒഫി വസ്ഫുദ്ദാനി, വീടിനെ വസ്ഫ് ചെയ്യുന്നോടത്ത് സാധാരണ കൗല് പോലെ കൗലിഹി ശൈറുൻ ഖസ്റുൻ അലൈഹി തഹിയ്യത്തും വസലാമു ഖലഅത്ത് അലൈഹി ജമാലഹൽ അയ്യാമു. ഖസ്റുൻ അതൊരു കോട്ടയാണ്. അലൈഹി തഹിയ്യത്തും വസലാമു, ഇത് ദാറിനെ വസ്ഫ് ചെയ്യാണ്. വീട് കസർ, ഇവിടെ കസറിനെ ഒരു വീടെന്ന മാനാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതൊരു കോട്ടയാണ്. അതൊരു കോട്ടയാണെന്ന് പറഞ്ഞാൽ ആരുടെ കോട്ടയാണെന്ന് അറിയാമോ? ഈ ബെയ്ത്തുകൊണ്ട് യംദഹു ബിഹ അർ റഷീദ്, റഷീദിനെ മദ്ഹ് ചെയ്യാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കോട്ട കസറുൻ അലൈഹി തഹിയ്യത്തും വസലാമൊരു ദുആയാണിത്. ആ കസറിന്റെ മേൽ തഹിയ്യത്തും സലാമും ഉണ്ടാവട്ടെ. വീടിനെ വർണ്ണിക്കുന്നോർത്ത് പറഞ്ഞതാണിത്. ഖലഅത്ത് അലൈഹി ജമാലഹൽ അയ്യാമു, കാലങ്ങൾ അതിന്റെ ഭംഗിയെ ഈ കൊട്ടാരത്തിന്റെ മേൽ ഊരി ധരിപ്പിച്ചിരിക്കുന്നു, ഇട്ടിരിക്കുന്നു. ഖലഅത്ത് അലൈഹി, ആ കൊട്ടാരത്തിന്റെ മേൽ ഊരി എറിഞ്ഞു. അല്ലയ്യാമു, ദിവസങ്ങൾ, ജമാലഹ, ദിവസങ്ങളുടെ ഭംഗിയെ. ഖലഅ അലൈഹി, ആ നസഅ ഐ നസഅ സൗബഹു, വസ്ത്രത്തെ ഊരിയിട്ടു. തറഹു അലൈഹി ഉണ്ടോ. വയംബഗി അൻ യജ്തനിബ ഫിൽ മദ്ഹി, മദ്ഹിന്റെ തുടക്കത്തിൽ വെടിയൽ ആവശ്യമാണ് മുത്തകല്ലിമിന്. മിമ്മ, ഒന്നിനെ തൊട്ട്. യുത്തയ്യറു ബിഹി യുത്തശാഅമു, അതുകൊണ്ടെന്താണ് അവലക്ഷണം ഉദ്ദേശിക്കപ്പെടും. അപ്പൊ അവലക്ഷണം തോന്നിപ്പിക്കുന്ന ഒന്നും മദ്ഹിന്റെ തുടക്കത്തിൽ ഉണ്ടാവരുത്. കൗലിഹി മൗഇദു അഹ്ബാബിക ബിൽ ഫുർഖത്തി ഖദ് എന്ന് പറയും പോലെ. മൗഇദു അഹ്ബാബിക, നിന്റെ അഹ്ബാബിനോടുള്ള കരാറ്, ബിൽ ഫുർഖത്തി, ഫുർഖത്ത് എന്ന നാട്ടിൽ വെച്ചിട്ടുള്ള കരാറ്, ഖദിൻ നാളെയാകുന്നു. ഇവിടെ ഈ ബെയ്ത്തിൽ പ്രശ്നമൊന്നുമില്ല. അർത്ഥത്തില് ഫുർഖത്ത് എന്ന നാട്ടിൽ വെച്ചിട്ട് നിന്റെ അഹ്ബാബിനോടുള്ള കരാറ് നാളെയാണ്. അപ്പൊ ഈ ബെയ്ത്തിൽ ഫുർഖത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എന്തു അർത്ഥം വെച്ച് പോകാം? ഇവിടെ ഉദ്ദേശം, ഷായിർ പറഞ്ഞതിന്റെ ഉദ്ദേശം നാടാണ് എങ്കിലും ഫുർഖത്ത് എന്നൊരു വിട്ടുപിരിയൽ കൊണ്ടുള്ള കരാറെന്ന് തോന്നിപ്പോവും. ഒരു അവലക്ഷണം അതിലുണ്ട്. ഇത് മത്ലവ് ഖസീദത്തിൽ ഇബ്നി മുഖാത്തിലിൽ ലരീരി എന്നവരുടെ ഖസീദയുടെ തുടക്കമാണ്. അൻസറഹ, ഇതിനെ അദ്ദേഹം പാടി ലിദ്ദാഇൽ അലവി എന്നവരോട്. അപ്പൊ ഈ ഫുർഖത്ത് എന്ന് പറഞ്ഞ മൂപ്പർക്ക് പറ്റിയില്ല. ഒരു വേറുപാട് കൊണ്ടുള്ള കരാറ് എന്നായല്ലോ എന്ന മാന അത് സൂചിപ്പിക്കുന്നുണ്ട്. സംഗതി ഷാഹിർ പറഞ്ഞത് ഫുർഖത്ത് എന്ന നാട്ടിൽ വെച്ച് ഒരു മദ്ഹ് പറഞ്ഞതാണ്. നിന്റെ അഹ്ബാബിനോട് കരാറ് നാളെയാണ്. സംഗതി ഇവിടെ ഫുർഖത്ത് എന്ന് പറഞ്ഞത് ആർക്ക് പറ്റിയില്ല? ദാഇൽ അലവി എന്ന് പറഞ്ഞ ആൾക്ക് പറ്റിയില്ല. അപ്പൊ കാലഹു ദാഇ, ദാഇ അയാളോട് പറഞ്ഞു, ഹുവ മൗഇദു അഹ്ബാബിക യാ അമ്മ, അത് എന്റെ അഹ്ബാബിനോടുള്ള കരാറല്ല ഈ ഫുർഖത്തിൽ വെച്ചിട്ടുള്ളത്. അതായത് ഫുർഖത്ത് കൊണ്ട് എന്നുള്ള അർത്ഥത്തില്, വിട്ടുപിരിയിലുണ്ട് എന്നുള്ള അർത്ഥത്തില്. ഫുർഖത്ത് നാട്ടിൽ വെച്ചുള്ള കരാർ എന്നാണ് ഷായിർ ഉദ്ദേശിച്ചത്. പക്ഷെ ഈ ഫുർഖത്തിൽ വേർപാടിന്റെ മേൽ അറിയിക്കുന്നുണ്ടല്ലോ, നിന്റെ അഹ്ബാബിന്റെ കരാറ് വേർപാട് കൊണ്ട്. ആ അർത്ഥത്തിൽ ലക്ഷ്യം വെച്ച് ഇയാൾ തിരിച്ചു പറഞ്ഞു, ഉവ മൗഇദു അഹ്ബാബിക യാ അമ്മ, കണ്ണ് കാണാത്തോനെ, നിന്റെ അഹ്ബാബിനോടുള്ള കരാറാണ്. വലക്കൽ മസലുൽ അഅ്ല, മസലുസു, നിനക്ക് മോശമായ മസല് ഉദാഹരണം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. ഇതാണ് സംഭവം.
വ അഹിസനുഹു ഐ അഹിസനുൽ ലിബ്തിദാഇ, ഇബ്തിദാഇൽ നിന്ന് ഏറ്റവും നല്ലത്. ഇവിടെ മുത്തക്കല്ലിമിന് 3 സ്ഥലത്ത് ഏറ്റവും നല്ലതിനോട് പിന്തുടരൽ ആവശ്യമാണ്. ഒന്നാമത്തെ മൗലിഇ ഇബ്തിദാ ആണെന്ന് പറഞ്ഞു. ആ ഇബ്തിദാ പല ഇനങ്ങളാണ്. ഇബ്തിദായിൽ നിന്ന് ഏറ്റവും നല്ലത് ഒരു ഇബ്തിദാ ആണ്. നാസബ, അത് യോജിച്ചിട്ടുണ്ട് അൽ മഖ്സൂദിനോട്. അതെങ്ങനെ ബി അൻ യസ്തമില, ആ ഇബ്തിദാ ഉൾക്കൊള്ളൽ കൊണ്ട് അലാ ഇശാറത്തിൻ, ഒരു ഇശാറത്തിന്റെ മേൽ ഉൾക്കൊള്ളുക. ഇലാമ, ഒന്നിലേക്കുള്ള ഇശാറത്തിന്റെ മേൽ. സീക്കൽ കലാമുലി അജ്ലിഹി, കലാമിനെ ആ ഒന്നിന്റെ കാരണത്തിന് വേണ്ടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ കലാമിനെ ഏതൊന്നിനു വേണ്ടിയാണോ കൊണ്ടുവന്നിട്ടുള്ളത് അതിലേക്കുള്ള ഇശാറത്തിന്റെ മേലിൽ ഈ ഇബ്തിദാ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇസമ്മ കൗനുൽ ഇബ്തിദാഇ മുനാസിബൻ ലിൽ മഖ്സൂദി, ഇബ്തിദാ മഖ്സൂദിനോട് യോജിച്ചതാവലിന് പേര് പറയപ്പെടും. അപ്പൊ കൗനിനെ അതിന്റെ ഇസ്മിലേക്ക് ഇദാഫത്ത് ചെയ്തു. മുനാസിബ് എന്നുള്ളത് കൗനിന്റെ ഖബറാണ്. കൗന് അതിന്റെ ഇസ്മ്, അതിന്റെ ഖബർ, അത് യുസമ്മന്റെ ഒന്നാം മഫൂല. ബറാഅത്തൽ ഇസ്തിഹ്ലാൽ എന്ന് പേര് പറയപ്പെടും. മിൻ ബറഅർ റജുലു, ബറഅർ റജുലു, ബറുഅർ റജുലു, ഹസുന യഹ്സുനു, ഫഅല യഫ്ഉലു, ഫഅല യഫ്ഉലു, ഫഅല യഫ്ഉലു. അപ്പോ ബറഅ യബ്റുഉ, ബറുഅ യബ്റുഉ, ബരിഅ യബ്റഉ. മിൻ ബറഅർ റജുലു ഇദാ ഫാക്ക, മേലെ ആയാൽ, അസ്ഹാബുഹു, തന്റെ കൂട്ടുകാർക്ക് മേലെ ആയാൽ, എന്തില്, ഫിൽ ഇൽമി, ഇൽമിലും, വഗൈരിഹി ഔ ഗൈരിഹി, അലി ഇൽമല്ലാത്തയിലും. അപ്പൊ ബറാഅത്തുൽ ഇസ്തിഹ്ലാലുള്ള ഇബ്തിദാ ആണ് മറ്റുള്ള ഇബ്തിദായിനേക്കാൾ മേലെ ആയത് എന്നാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. കൗലിഹി, ഷാഇറിന്റെ കൗല് പോലെ, ഫിത്തഹിനിയത്തി, ആശീർവാദം, അഭിവാദ്യം അർപ്പിക്കുന്നതിന്. ബുശ്റാ ഫഖദ് അൻജസൽ ഇഖ്ബാലു മാ വഅദ വകൗകബുൽ മജ്ദി ഫി ഉഫുഖിൽ ഉലാ സഇദാ. ബുശ്റ, അത് സന്തോഷമാണ്. ഫഖദ് അൻജസൽ ഇഖ്ബാലു, മുന്നിടല്, ആവശ്യത്തിന് മുന്നിടല് ഉലരി വീട്ടിയിട്ടുണ്ട്. മാ വഅദ, ആ ഇഖ്ബാൽ കറാർ ചെയ്ത ഒന്നിനെ. കൗകബുൽ മജ്ദി, മഹത്വം എന്ന നക്ഷത്രം, ഫി ഉഫുഖിൽ ഉല, മേലെയായ ചക്രവാളത്തിൽ സൈദ കയറിയിട്ടുണ്ട്. ഇവിടെ ഈ ബൈത്തില് മഖ്സൂദിലേക്കുള്ള ഒരു ഇശാറത്തുണ്ട്. ഫി തഹ്നിയത്തി, ഇത് മത്ലഉ ഖസീദത്തിൽ അബി മുഹമ്മദിൽ ഖാസിനി എന്നവരുടെ ഖസീദയുടെ തുടക്കമാണിത്. ഇബ്തിദാ യുഹന്നിഉ സാഹിബ, സാഹിബിന് അബ്ബാദ് എന്നവരെ ആശീർവാദം അറിയിക്കുകയാണ്. മി വലദിൽ ലിബിനത്തിഹി, അദ്ദേഹത്തിന്റെ മകളുടെ കുട്ടിയെ കൊണ്ട് ഒരു ആശീർവാദം അറിയിക്കുകയാണ്. അതെന്താ? ബുശ്റ, ഒരു സന്തോഷ വാർത്തയിലേക്കുള്ള സൂചന ഈ ബൈത്തിലുണ്ട്. അതെന്താണിത്? ബുശ്റാന്ന് തുടക്കത്തിൽ തന്നെ ബുശ്റ എന്നാണല്ലോ. പിന്നെ കൗകബുൽ മജ്ദ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ കുട്ടിയാണ്. ഈ സാഹിബ് ബിൻ അബ്ബാദിന്റെ മകളുടെ കുട്ടിക്കാണ് കൗകബുൽ മജ്ദ് എന്ന് പറഞ്ഞത്. അപ്പോ പിന്നെ അതിന്റെ മഖ്സൂദ് താഴെ ബൈത്തുകളിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള സൂചന തൻ്റെ മകളുടെ, സാഹിബ് ബിൻ അബ്ബാദ് എന്നവരുടെ മകളുടെ കുട്ടിയെ സംബന്ധിച്ചുള്ള ഒരു ആശീർവാദത്തിലേക്കുള്ള
ഒരു ഇബിത്തിദാ ആശീർവാദം ഈ ബൈത്തിൽ ആ ആശീർവാദത്തിലേക്കുള്ള ഒരു ഇഷാറത്ത് ഉണ്ട്. ബുഷറ എന്ന് പറഞ്ഞു തുടക്കത്തിൽ തന്നെ. പിന്നെ മജദ് എന്ന നക്ഷത്രം മേലെയായ ചക്രവാളത്തിൽ കയറിപ്പോകുന്നു. അതാരാണത്? ഇത് സാഹിബ് ബിൻ അബ്ബാദിന്റെ പേരക്കുട്ടീനെ സംബന്ധിച്ചാണ് ആ പറയുന്നത്. പിന്നെ കൗലി ഷാറിന്റെ കൗല് പോലെ ഫിൽ മർസിയത്തി അല്ലേ, മർസിയത്തിൽ അതാണ് അനുസ്മരണ സംബന്ധമായ ബൈത്തില് ഒരാൾ മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ അനുസ്മരണ കവിതയിലായിട്ട് ഷാറിന്റെ കൗല് പോലെ എന്താണ്? യദ്ദുനിയാ തഖൂലു ബിമിൽഇ ഫീഹാ ഹദാരി മിൻ ബത്ശി വഫത്കി. ഈ സംഭവം അദ്ദുനിയാ തഖൂലു, ദുനിയാവ് പറയുന്നു, ബിമിൽഇ ഫീഹ, ആ ദുനിയാവിന്റെ വായ നിറയെ. ഫീഹ എന്ന് പറഞ്ഞാൽ ബിമിൽഇ ഫമിഹാന, അത് വഹൈസു അല്ലേ, പിന്നെ വൽമീമു ഹൈസുൽ വൽഫാമു ഹൈസുൽ മീമു മിന്നു ബാന എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ബിമിൽഇ ഫമിഹ എന്നാണ്. അവിടെ മീമ് പോയി, പിന്നെ മജറൂറാണ്, അപ്പൊ യാ കൊണ്ട് ചെറു. ഫീഹ, ഫീ എന്ന് പറഞ്ഞ വായ, ഹ എന്ന് പറഞ്ഞ ലമീർ ദുനിയാവിലേക്ക്. അപ്പൊ ഫാക്ക ഫീക്ക ഫൂക്ക എന്ന് പറയും. മുത്തക്കല്ലിമിന്റെ യാതല്ലാത്തയിലേക്ക് ഇതാപത്ത് ചെയ്യുമ്പോൾ യാ കൊണ്ടാണല്ലോ ചെറു. അപ്പൊ ബിൽഇ ഫീഹ, ദുനിയാവിന്റെ വായ നിറയെ ദുനിയാവ് പറയും ഹദാരി ഹദാരി എന്ന് പറയും. എന്താ? സൂക്ഷിച്ചോ സൂക്ഷിച്ചോന്നാ അതിന്റെ അർത്ഥം. പിന്നെ യഹിദർ ഇസ്മുഫീലാണിത്. മിൻ ബത്ശി ഐ അഹദി ശദീദി, എന്റെ ശക്തിയായ വെടികൂടലും, വ ഖത്ലി വ ഫത്കി ഐ ഖത്ലി, എന്റെ കൊല്ലലും, ബഹുത്തത്തെ പെട്ടെന്നുള്ളത്. ഫഇന്നഹു മത്ലഉൽ ലിഖസീദത്തി അബി ഫർജി സാവി എന്നവരുടെ കസീദയുടെ തുടക്ക. ഇർസി, അദ്ദേഹം അനുസ്മരണം നടത്തുന്നു ഫഹ്റുദ്ദൗലത്തിന്. ബൈത്തിലെന്താണ്? ഇദ്ദേഹത്തിന്റെ ധീരത പറയാണ്. ഇദ്ദേഹം മരിച്ചു പോയപ്പോഴാണ് ദുനിയാവിന് എന്തായത് ശക്തി കൂടിയത്. ഇദ്ദേഹത്തിന്റെ മരണശേഷം ദുനിയാവ് പറയാണ്, ദാ എല്ലാരെയും ഞാൻ പിടിക്കും. അപ്പൊ ഇദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് ദുനിയാവ് അങ്ങനെ പറഞ്ഞിട്ടില്ല. ദുനിയാവിന് പേടിയായിരുന്നു. ഇദ്ദേഹം മരണപ്പെട്ടപ്പോഴാണ് ദുനിയാവിന് ഒരു ധൈര്യം വന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അനുസ്മരണത്തിലേക്കുള്ള ഒരു ഇഷാറത്ത് ഈ ബൈത്തിലുണ്ട്. യദ്ദുനിയാ തഖൂലു ബിമിൽഇ ഫീഹാ ഹദാരി മിൻ ബത്ശി വഫത്കി. മൂപ്പര് മരിച്ചപ്പോഴാണ് ദുനിയാവിന് ധൈര്യം കൂടിയത്. അപ്പൊ മഖ്സൂദിലേക്കുള്ള ഒരു നല്ല തുടക്കം എന്തുണ്ട്? ഈ ബൈത്തിലുണ്ട്. സാനിൽ മവാലിഇ, മൗലികളിൽ നിന്ന് രണ്ടാമത്തത്, അല്ലത്തിയങ്ങത്തെ മൗലിഇ യംബഗിലിൽ മുത്തക്കല്ലിമി, മുത്തക്കല്ലിമിന് ആവശ്യമാണ് യതഅന്നകഫിയ, ആ മൗലികളിൽ നല്ലത് പിൻപറ്റൽ. അത്തഖല്ലുസു അയ്യൽ ഖുറൂജു, പുറപ്പെടലാണ്. ബിമ്മാ, ഒന്നിൽ നിന്ന് പുറപ്പെടലാണ്. സുബ്ബിബൽ കലാമു, കലാമിനെ തുടങ്ങപ്പെട്ടിട്ടുണ്ട് ബിഹി, ആവുന്നുകൊണ്ട്. അപ്പൊ തുടക്കത്തിൽ നിന്ന് പുറപ്പെടലാണ്. ഐ ഉബുത്തുദി അ വഫ്തുതിഹ എന്നാണ് സുബ്ബിബന്റെ അർത്ഥം. കലാമിന് അതുകൊണ്ട് തുടങ്ങപ്പെട്ടു, അങ്ങനത്തെ ഒന്നിൽ നിന്ന് പുറപ്പെടലാണ്. ഖാലൽ ഇമാമുൽ വാഹിദി, അൽ-ഇമാമുൽ വാഹിദി പറഞ്ഞു, മഅന തശ്ബീബി, തശ്ബീബിന്റെ മഅന, ഇവിടെ സുബ്ബിബ എന്ന് പറഞ്ഞല്ലോ, അതിന്റെ മസ്ദറാണ് തശ്ബീബ്.
വെച്ചർത്ഥം എന്താണ്? കലാമിനെ തുടങ്ങപ്പെട്ടതിൽ നിന്ന് പുറപ്പെടലുന്ന. തശ്ബീബിന്റെ മഅന ദിക്റു അയ്യാമി ശബാബി, യൗവനകാലത്തെ അനുസ്മരിക്കലാണ്. അതാണ് തശ്ബീബ്. വല്ലഹിബി വൽ ഖുസ്ലി, അതുപോലെ തന്നെ യൗവനകാലത്തുള്ള കളിതമാശകളെ അനുസ്മരിക്കലാണ്. വൽ ഖുസ്ലി, സ്ത്രീകളുമായിട്ടുള്ള സല്ലപിക്കലിനൊക്കെ അനുസ്മരിക്കലാണ് തശ്ബീബിന്റെ മഅന. ഖുസ്ല് എന്ന് പറഞ്ഞാൽ അത് ദിക്റുൻ നിസാഇ വ ദിക്രി ഔസാഫിഹിന്നാണ്. ഖുസ്ല് സ്ത്രീകളുമായിട്ടുള്ള സല്ലപിക്കലിനെ അനുസ്മരിക്കലാണ്. അതിനാണ് തശ്ബീബ്. വദാലിക, ആ യൗവനകാലത്തെ അനുസ്മരിക്കലും കളിതമാശകളെ അനുസ്മരിക്കലും സ്ത്രീകളുമായിട്ടുള്ള സല്ലപിക്കൽ അനുസ്മരിക്കലൊക്കെ യക്കൂനു, അത് ഉണ്ടാകും ഫിബ്തിദായി ഖസായിദി ശിഅരി, ബൈത്തിന്റെ ഖസീദകളുടെ തുടക്കത്തിലുണ്ടാകും. ഫസുമ്മിയ ഇബ്തിദാഉ കുല്ലി അംരി, പിന്നെ എല്ലാ കാര്യത്തിന്റെ തുടക്കത്തിലും തശ്ബീബ് എന്ന് പേര് കൊടുക്കപ്പെട്ടു. അങ്ങനെയാണ് ഇവിടെ വെച്ചത്. മിമ്മ, ഒന്നിൽ നിന്ന്, സുബ്ബിൽ കലാമു ബിഹി, കലാമിന് അതുകൊണ്ട് തുടങ്ങപ്പെട്ടു. അപ്പൊ കലാമിനെ തുടങ്ങപ്പെട്ട ഇത് ഏതുകൊണ്ടാണോ അതിൽ നിന്ന് പുറപ്പെടലാണ്. അങ്ങനെ നാലിക്ക എന്ന് പറഞ്ഞാൽ യൗവനകാലത്തെ അനുസ്മരിക്കലും അന്നത്തെ കളി തമാശകൾ അനുസ്കരിക്കലും സ്ത്രീകളുമായിട്ടുള്ള സല്ലപിക്കൽ അനുസരിക്കലും ഒക്കെ യക്കൂനു ഫിബ്തിദായി ഖസായിദി ശിഅരി, ബൈത്തിന്റെ ഖസീദകളുടെ തുടക്കത്തില്. ഫസുമ്മിയ ഇബ്തിദാഉ കുല്ലി അംരിൻ, എല്ലാ കാര്യത്തിന്റെ ഇബ്തിദാവിനും പേര് വെച്ചു തശ്ബീബൻ എന്ന്. വഇല്ലം യകുൻ, ഇബ്തിദാ അല്ലെങ്കിലും ശരി, ഫീ ദിക്രി ശബാബി, യൗവനകാലത്തെ സ്മരിക്കുന്നതിൽ അല്ലെങ്കിലും ശരി, ഏത് തുടക്കത്തിനും. അപ്പം മിമ്മ, ഒന്നിൽ നിന്ന് പുറപ്പെടുക, കലാമിന് അതുകൊണ്ട് തുടങ്ങപ്പെട്ടു. മിൻ തശ്ബീബി, ആ ഒന്നെന്തിനാൽ, മിൻ തശ്ബീബിൻ, ആ ഒന്നെന്തിനാൽ മിൻ തശ്ബീബിൻ, അത് വാഹിദ് പറഞ്ഞ മഅനയാണ് ഇനി പറയുന്നത്. ഐ മിൻ തശ്ബീബിൻ, അതായത് മിൻ വസിഫിൽ ലിൽ ജമാലി, സൗന്ദര്യം, സ്ത്രീകളുടെ സൗന്ദര്യം വർണ്ണിക്കലാൽ. ബയാനിൽ ലിമ, ഒന്നിൽ നിന്ന് പുറപ്പെടലാണ്. കലാമിന് അതുകൊണ്ട് തുടങ്ങപ്പെട്ടു. ആ ഒന്നിൽ നിന്ന് പുറപ്പെടലാണ് മിൻ തശ്ബീബിൻ, അത് സൗന്ദര്യം വർണ്ണിക്കലിനാൽ, മിൻ വസ്ഫിൽ ജമാലി ഔ ഗൈരിഹി, അല്ലെങ്കിൽ ഗൈറിനാല്. അപ്പൊ കലാമിന് ഏതുകൊണ്ടാണോ തുടങ്ങപ്പെട്ടത് അതിൽ നിന്ന് പുറപ്പെടാം. ആ ഒന്നെന്തിനാലും മിൻ തശ്ബീബിൻ, സൗന്ദര്യം വർണ്ണിക്കലാലും, ഐ മിൻ വസ്ഫിൽ ലിൽ ജമാലി, ഭംഗിയെ വർണ്ണിക്കലാല്, അവ ഗൈരിഹി, ഗൈറുക്കൽ അദബി, അദബ് പോലെ, അദബിനെ വർണ്ണിക്കുക, ഇഫ്തിഖാർ, ശിക്കായത്ത്, വഹുരിദാലിക്ക, അല്ലാത്തതുപോലെ. അതിൽ നിന്ന് പുറപ്പെടലാണ് ഇലൽ മഖ്സൂദി, മഖ്സൂദിലേക്ക് പുറപ്പെടലാണ്. അപ്പോ കലാമിന് അതുകൊണ്ട് തുടങ്ങപ്പെട്ടു. അതെന്തിനാ? തശ്ബീബിനാണെന്നാ പറഞ്ഞത്. അപ്പൊ വർണ്ണന, ആ വർണ്ണന അല്ലാത്തത്, അതിൽ നിന്ന് പുറപ്പെടുക മഖ്സൂദിലേക്ക്. മഅരിആയത്തിൽ മുലാഅമത്തി മാ ബൈനഹുമാ, അത് രണ്ടിന്റെ ഇടയിൽ യോജിപ്പ് സൂക്ഷിക്കലോടുകൂടെ. ഐ ബൈനമാ, ഒന്നിന്റെ ഇടയിൽ, സുബ്ബിബ ബിഹി കലാമു, ആ ഒന്നുകൊണ്ടാണ് കലാമിനെ തുടങ്ങപ്പെട്ടത്. ഓ ബൈനൽ മഖ്സൂദി, മഖ്സൂദിന്റെ ഇടയിലും യോജിപ്പിനെ സൂക്ഷിക്കലോടുകൂടെ. പിന്നെ വഹിത്രസ മുസന്നിഫ് സൂക്ഷിച്ചു ബിഹാദ, ഈ മഅരിആയത്തിൽ മുലാഅമത്തി മാ ബൈനഹുമാ, മഅരിആയത്തിൽ മുലാഅമത്തി ബൈനഹുമാ, അതുകൊണ്ട് അനിൽ ഇഖ്തിലാബി,
ഇഖ്തിലാബിനെ തൊട്ട് സൂക്ഷിച്ചു. ഇഖ്തിലാബ് പിന്നീട് പറയുന്നുണ്ട്. പിന്നെ വറാദബി കൗലിഹി മുസന്നിഫിന്റെ കൗല് കൊണ്ട് സൂക്ഷിച്ചു. തഖല്ലുസു എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് മഅനാഹുൽ ലുഗവി അല്ല ഉദ്ദേശിച്ചു. വറാദ മുസന്നിഫ് ഉദ്ദേശിച്ചു ബി കൗലിഹി മുസന്നിഫിന്റെ കൗല് കൊണ്ട് തഖല്ലുസു എന്ന കൗല് കൊണ്ട് മഅനാഹുൽ ലുഗവിയായ മാനാണ് ഉദ്ദേശിച്ചു, പുറപ്പെടൽ നിന്ന്. ഇല്ല അതല്ലെങ്കിൽ ഫത്തഖല്ലുസു, തഖല്ലുസു എന്ന് പറഞ്ഞാൽ ഉറുഫില് വാൽ ഇന്തിക്കാലു നീങ്ങലാണ്, മിമ്മ ഒന്നിൽ നിന്ന് നീങ്ങലാണ്, ഉഫ്തുത്തിഹ ബിഹി അതുകൊണ്ട് തുടങ്ങപ്പെട്ടു, കലാമിന ഇലൽ മഖ്സൂദി മഖ്സൂദിലേക്ക് നീങ്ങലാണ്, റിആയത്തിൽ മുനാസബത്തിനെ സൂക്ഷിക്കലോടുകൂടിയാണ്. അപ്പൊ തഖല്ലുസിന് ആ ഉറുഫിയായ മാന വെച്ചാൽ പിന്നെ ആവർത്തനം വരും. മഅരിയാത്തിൽ മുലാമത്തി മാബൈനുഹുമാന്ന് പിന്നെ പറയുന്നുണ്ടല്ലോ, ആവർത്തനം വന്നു പോകും. ഇവിടെ തഖല്ലുസിന്റെ ഉറുഫിയ മാന എന്താണ്? അല്ലിന്തിക്കാലു മിമ്മഫ്തുതിഹ ബിഹിൽ കലാമു ഇലൽ മഖ്സൂദി മഅരിയാത്തിൽ മുനാസബത്തി എന്ന് ആദ്യം തന്നെ തഖല്ലുസിന് അർത്ഥം വെച്ചാൽ പിന്നെ ഇവിടെ മഅരിയാത്തിൽ മുലാമത്തി മാബൈനുഹുമാന്ന് പിന്നെ മത്തിനിൽ പറഞ്ഞതിന് അർത്ഥം ഉണ്ടാവൂല, ആവർത്തനം വരും. അതുകൊണ്ടാണ് ഖുലൂസിന് മുത്തലക്ക് ഖുറൂജ് എന്ന് അർത്ഥം വെച്ചാൽ മതി. പിന്നെ ഇന്നമായംബഹി തീർച്ചയായിട്ടും ആവശ്യമാകും ആ യത്തഅന്നക മുത്തകല്ലിമ് നല്ലത് ബിംബത്തൽ ഫി തഖല്ലുസിൽ എന്താലി അന്ന സാമിഅ തീർച്ചയായിട്ടും സാമി യകൂനു മുതറക്കിബൻ അവൻ ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുന്നവനാവും ലിൽ ഇന്തിക്കാലി മിനൽ ഇഫ്തിതാഹി ഇലൽ മഖ്സൂദി ഇഫ്തിതാഹിൽ നിന്ന് മഖ്സൂദിലേക്കുള്ള ഇന്തിക്കാലിനെ കൈഫ യകൂനു എങ്ങനെയാണ് ഇന്തിക്കാൽ ഉണ്ടാവുക? ഫൈൻജാ ഇന്തിക്കാല് വന്നാൽ ഹസനൻ മുത്തലായിമത്തുറഫീനി രണ്ട് തുറഫും യോജിച്ച രൂപത്തിൽ യോജിച്ചതായ നല്ല രൂപത്തിൽ വന്നാൽ ഹർറക്ക മിൻ നശാത്തിഹി ഹർറക്ക ആ ഇന്തിക്കാല് ആ മുലാഅമത്ത് പിന്നെ അല്ലേ മഅരിആത്തിൽ മുലായിമത്തി ആ മുനാസബത്ത് എന്താണ്? ഉത്തേജനം നൽകും, പ്രേരണ നൽകും. മിൻ നശാത്തിഹി സാമിന്റെ ഉന്മേഷത്തിന് ഉത്തേജനം നൽകും. ആന ആ മുനാസബത്തോടു കൂടെയുള്ള ഇന്തിക്കാല് സഹായിക്കും. മല ഇസ്ഹായി മാബാദോ ശേഷമുള്ള ഒന്നിനെ ഛർദിച്ച് കേൾക്കലിലേക്ക്. ഇല്ല അങ്ങനെ ഒരു മുനാസബത്തോടും മുലാഅമത്തോടും കൂടി അല്ലെങ്കിൽ ഫബിൽ അക്സി നേരെ വിപരീതം കൊണ്ടായിരിക്കും. സാമി അത് ശ്രദ്ധിച്ച് കേൾക്കൂല, ഉന്മേഷം ഉണ്ടാവുകയുമില്ല. ഫത്തഖല്ലുസുൽ ഹസനു അപ്പൊ ഏറ്റവും നല്ല തഖല്ലുസ് കൗലിഹി ഷാഇറിന്റെ കൗല് പോലെ. എന്താണ് ഷാഇറിന്റെ കൗല്? ഐ അബി തമാമിൻ ശിറും തഖൂലു ഫീ കൂമസിൻ ഖൗമി വഖദ് അഖദത് ബിന്നസ്സുറാ വഖുത്തൽ മഹ്ദിയത്തിൽ ഖൂദി അമത്ല അശ്ശംസി തബ്ഗി അൻത ഉമ്മ ബിനാ ഫഖുൽതു കല്ലാ വലാകിൻ മത്ല അൽ ജൂദി. തഖൂലു അല്ലെങ്കിൽ യഖൂലു പറയും ഫീ കൂമസിൻ ഇസ്മു മൗലിഇൻ ഒരു സ്ഥലത്തിന്റെ പേരാ. യുക്കാലു ലഹു ആ സ്ഥലത്തിന് പേര് പറയപ്പെടും. എന്താണ് പേര്? പത്തുഷി അല്ലെ ഇഖ്തിലാബ് മഅരിആത്തിൽ മുനാസബത്തി എന്ന് പറഞ്ഞിട്ട് ഇസ്മു മൗലിഇൻ യുക്കാലു ലഹു എന്താണ് ദാം ഖാൻ എന്നാണ് ഇത് കാണുന്നത്. ദാം ഖാൻ യുക്കാലു ലഹു എന്തിനാവട്ടെ ദാം ഖാൻ
കൗമി എൻ്റെ കൗമ് പറയും, കൂമസിലുള്ള എൻ്റെ കൗമ് പറയും എന്ത്? വക്കത് അഹദത്ത് മിന്നസുറ, എന്താണ് പറയുന്നതെന്ന് പിന്നീട് പറയും. കൂമസിൽ വെച്ച് പറയും കൗമി എൻ്റെ കൗമ് പറയും. വക്കത് അത് ഇക്കാലിലും ആ സ്ഥലത്തിന്റെ പേര് എന്താണ്? ദാമുഖാന് എന്നാണ് ഇതിൽ കാണുന്നത്. പിന്നെ ചില നുസ്ഖകളിലൊന്നും അതില്ല. വക്കത് അഹദത്ത് മിന്ന, എത്രത്തിൽ നമ്മളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അസുറ അല്ലേ, രാത്രി സഞ്ചാരം. ഐ അസറഫീന സൈറുബില്ലയില്, രാത്രിയിൽ സഞ്ചാരം നമ്മളിൽ ഫലിപ്പിച്ചു. വ നക്കസ, ആ സഞ്ചാരം കുറച്ചു മിൻ കുവാന നമ്മുടെ ശക്തികളെ. അപ്പൊ രാത്രിയിലുള്ള യാത്ര നമ്മളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ആ കൗമിൽ നിന്നും പിന്നെ ഈ ഷായറിൽ നിന്നും. വഖുത്തൽ മഹിദിയത്തിൽ കൂദീന, ഒട്ടകങ്ങളുടെ കാൽപ്പാടുകളും നമ്മളിൽ ഫലം ചെയ്തു. അത്തുഫുന്നല സൂറ, സൂറന്റെ മേൽ അത്തുഫല്ല. അല്ല, അത്തുഫുന്നല സൂറ, സൂറന്റെ മേൽ അത്തുഫാണ്, അത്തുഫല്ല എന്നല്ല, അത്തുഫാണ്. അപ്പൊ എന്താ? ഈ സുറ രാത്രി സഞ്ചാരം നമ്മളിൽ ഫലം ചെയ്തു, നമ്മളിൽ ഫലിപ്പിച്ചു. പിന്നെ വഖുത്തൽ മഹിദി അൽ മഹിദിയത്തി, വഖുത്തൽ മഹിദിയത്തി, ഒട്ടകങ്ങളുടെ കാൽപ്പാടുകളും നമ്മളിൽ ഫലം ചെയ്തു. അത്ഫുന്നല സുറ ലാ അലൽ മജ്റൂറി ഫി മിന്ന, മിന്ന എന്നതിലുള്ള മജ്റൂറിന്റെ മേൽ അത്ഫല്ല. കമാസബക്ക ഇലാ ബഅലിൽ ഔഹാമിലേക്ക് അങ്ങനെ സ്ഥാപിക്കായതുപോലെ. മിന്ന എന്ന മജ്റൂറിനൊക്കെ അത്ഫ് ചെയ്യണമെങ്കിൽ ജറുൽ നഫ്സിനെ മടക്കി കൊണ്ടുവരണമെന്നാണ് ജുംഹൂറിന്റെ അഭിപ്രായം. മടക്കി കൊണ്ടുവരണം. അങ്ങോട്ട് അത്ഫാകുമ്പോൾ എങ്ങനെയാ അർത്ഥം? രാത്രി സഞ്ചാരം നമ്മളിൽ ഫലം ചെയ്തു, ഒട്ടകങ്ങളുടെ നടത്തത്തിലും ഫലം ചെയ്തു എന്നാവും. ഇബ്നു മാലിക് തങ്ങൾ അടുക്കൽ ജറുൽ നഫ്സിനെ മടക്കി കൊണ്ടുവരേണ്ടതില്ല. ബഅ്ദുൽ ഔഹാം പറഞ്ഞിട്ടുണ്ട് മജ്റൂറിന്റെ മേൽ അത്ഫാണ്, അങ്ങോട്ട് അത്ഫല്ല, സുറ എന്നതിന്റെ മേൽ അത്ഫാണ്. അപ്പൊ രാത്രി സഞ്ചാരം നമ്മളിൽ ഫലിപ്പിച്ചു എന്ന് എന്റെ കൂമസിലുള്ള കൗമ് പറയുകയാണ്. ഹുവ ജമ്മു ഖുതുവത്തിൻ വറാദ ബിൽ മഹ്ദിയത്തി അൽ ഇബ്ലൽ മൻസൂബത്ത ഇല മഹ്റത്ത് ബിൻ ജീദാനിലേക്ക് ചേർക്കപ്പെട്ട ഒട്ടകം. അബി കബീലത്തിൽ, ഈ മഹ്റത്ത് ബിൻ ജീദാൻ കബീലന്റെ പിതാവാണ്. അപ്പൊ ആ കബീലന്റെ പേരെന്തായി? മഹ്ദിയത്ത് എന്നായി. മഹ്ദിയത്ത്. അപ്പോ മഹ്റത്ത് ബിൻ ജീദാനിലേക്ക് ചേർക്കപ്പെട്ട ഒട്ടകം. അൽ കൂതി അത്തവീലത്തിൽ ലുഹൂരി വല്ല അയനാക്കി, പെരടികളും മുതുകുകളും നീളമുള്ളതായ. ജമ്മു അക്വദിന്റെ ജമ്മാണ് കൂത്. ഐ അസ്റഫീന, നമ്മളിൽ ഫലിപ്പിച്ചു. മുസാവലത്തു സുറ, രാത്രി സഞ്ചാര പരിശ്രമം. മുസായിറത്തുൽ മത്തായ, വാഹനങ്ങൾ നമ്മോടൊപ്പം വാഹനങ്ങളുടെ നടത്തവും. യുഹുത്ത, കാലടികളെ കൊണ്ട്. മഫൂല് യഖൂലുന്റെ മഫൂല് ഹുവ ഖൗലുഹു ഹമത്തല അശംസി. അപ്പോ എന്റെ കൗമ് പറയുന്നത് എന്തിനെയാണ്? ഹമത്തല അശംസി, ശംസു ഉദിക്കുന്ന സ്ഥലത്തേക്കാണോ
അതായത് അമത്തല അശംസി എന്ന് പറഞ്ഞാൽ ആ തബിഹി എന്നർത്ഥം. നീ തേടുകയാണോ, ഐ തത്ലുബു നീ ഉദ്ദേശിക്കുകയാണോ, അന്ത ഉമ്മ ഐ തഖ്സിദ ബിന ഞങ്ങളെ കൊണ്ട് കരുതലിനെ, അന്ത ഉമ്മ ബിന തഖ്സിദ ബിന ഞങ്ങളെ കൊണ്ട് ഞങ്ങളെയും ഞങ്ങളെ കരുതലിനെ തേടുകയാണോ, മത്തല അശംസി ശംസ് ഉദിക്കുന്ന സ്ഥലത്തേക്ക് കരുതുകയാണോ. അങ്ങനെയാണ്. അപ്പോ അംസ തബിഹിയിൽ കടന്നത് ആ തബിഹി ഐ തത്ലുബു നീ തേടുകയാണോ, ഉദ്ദേശിക്കുകയാണോ, നീ തേടുകയാണോ, അന്ത ഉമ്മ ഐ തഖ്സിദ ബിന ഞങ്ങളെ കരുതലിനെ തേടുകയാണോ, മത്തല അശംസി ശംസിന്റെ ഉദയസ്ഥാനത്തേക്ക് കരുതുകയാണോ. ശംസിന്റെ ഉദയസ്ഥാനത്തേക്കാണോ ലക്ഷ്യം വെക്കുന്നത് ഞങ്ങളെ കൊണ്ട്. ഇങ്ങനെ രാത്രി നടന്നിട്ടേ അപ്പൊ ഞാൻ പറഞ്ഞു കല്ല, അതൊന്നുമല്ല. കൗമി കൗമിനെ തടിയാണ്, അതൊന്നുമല്ല. തമ്പി ഉണർത്തലുമാണ്. വലാക്കി മത്തുല അൽ ജൂതി ഞാൻ കരുതുന്നത് ജൂതിന്റെ മത്തുലയിലേക്കാണ്. അപ്പൊ അവിടെ ഒരു മുനാസബത്തുണ്ട്. മത്തുല ശംസിൽ നിന്ന് മത്തുല ഉൽ ജൂദിലേക്ക് എന്തുണ്ട്, ഒരു മുനാസബത്തുണ്ടല്ലോ, നല്ല മുനാസബത്തുണ്ട്. എന്താ, ഓരോന്നും എന്താണ്, ബിൻജിഹത്തി അന്ന കൊല്ലം മഹല്ലി തുലൂയി അംദിൻ മഹ്മൂദും ബിഹി. മഹ്മൂദ് ബിഹായ ഒരു കാര്യത്തിന്റെ തുലൂയിലേക്കാണ്, തുലു ആണ് മഹല്ല്. അന്ന കുല്ലൻ മഹല്ലുല്ലി തുലൂയി അംദിൻ മഹ്മൂദും ബിഹി. ഓരോന്നെന്താണ്, മഹ്മൂദ് ബിയായ ഒരു തുലൂഇന്റെ മഹല്ലാണ്. ഒരു മുനാസബത്തുണ്ട്. വക്കതി എന്തൊക്കെ മിന്നു ചിലപ്പോൾ അതിൽ നിന്ന് നീങ്ങും. അത് മിമ്മാന്നിൽ നിന്ന് ഈ ശബ്ബുഹിൽ കലാമോ കലാമിന് അതുകൊണ്ട് തുടങ്ങപ്പെട്ടു. ഇലാമ ഒന്നിലേക്ക് നീങ്ങും. ലാ യുലാഇമുഹു ആ ഒന്ന് മഖ്സൂദുമായി യോജിപ്പുണ്ടാവൂല. ഇസമ്മാദാലിക്കൽ ഇന്തിക്കാലു അൽ ഇഖ്തിലാബ ആ ഇന്തിക്കാലിലേക്ക് ഇഖ്തിലാബ് എന്ന് പേര് പറയും. ഇഖ്തിലാബ് ഫിൽ ലുഗത്തിൽ അൽ ഇഖ്തിതാഉ ഇഖ്തിതാഉന എന്ന് പറഞ്ഞാൽ എന്താ, മുലാഅമത്ത് മുനാസബത്തിനെ മുറിക്കല്. വൽ ഇർത്തിജാല് എന്നും പറയും. ഇർത്തിജാല് എന്ന് പറഞ്ഞാല് ഒരുക്കമില്ലാതെ പോവൽ, നീങ്ങൽ, ഒരു ഒരുക്കവും കൂടാതെ നീങ്ങൽ, അതാണ് ഇർത്തിജാല് എന്ന് പറയുന്നത്. വഹുവ ഇഖ്തിലാബ് മദ്ഹബുൽ അറബിൽ ജാഹിലിയത്തി ജാഹിലിയ അറബികളുടെ മദ്ഹബാണത്. ഒമൻ യലീഹിം അവരോട് അടുത്തവരുടെയും. അവരാരാ, മിനൽ മുഖൽറമീങ്ങളാൽ, മുഖൽറമീന ബിൽ ഖാഇ വൽ ലാദി അൽ മുഅ്ജമത്തൈനി അല്ലദീന അദ്റക്കുൽ ജാഹിലിയത്ത വൽ ഇസ്ലാമ അവർ ജാഹിലിയത്തിനെയും ഇസ്ലാമിനെയും എത്തിച്ചവരാണ്. മിസ്ലു ലബീദിനെ പോലെ. കാലഫിൽ അസാസിൽ പറഞ്ഞിട്ടുണ്ട്, നാക്കത്തുൻ എന്ത് മുഖൽറമത്തുൻ എന്ന് പറഞ്ഞാൽ ജുദി നിസ്ഫു ഉദിനിഹ ആ ഒട്ടകത്തിന്റെ ചെവിയുടെ പകുതി മുറിക്കപ്പെട്ടു. അതിനെന്ത് പറയും, നാക്കത്തും മുഖൽറമത്തു എന്ന് പറയും. വമിന്നു ചെവി മുറിക്കപ്പെട്ട ഒട്ടകം അതിൽപ്പെട്ടതാണ് അൽ മുഖൽറമുല്ലദി അദ്റക്കൽ ജാഹിലിയത്ത വൽ ഇസ്ലാമ ജാഹിലിയത്തിനെ ഇസ്ലാമിനെയും എത്തിച്ച മുഖൽറം. അത് കാന്നമാ കുത്തി നിസ്ഫുഹു അവന്റെ പകുതി മുറിക്കപ്പെട്ടതുപോലെ. ഐസുഖാന ഫിൽ ജാഹിലിയത്തിലുണ്ടായതിനു വേണ്ടി. കൗലീശീറും എന്താണ് ഷായറിന്റെ കൗല്, അല്ലാഹു അന്ന ഫീ ശൈബി ഖൈറൻ ജാവർതുഹുൽ അബ്റാറു ഫിൽ ഖുൽദി ശൈബ കുല്ല യൗമിൻ തുബ്ദി സുറൂഫുൽ ലയാലി ഖുൽകം മിൻ നബി സഈദിൻ ഖരീബാന. അല്ലാഹു അറിയുകയാണെങ്കിൽ അന്ന ഫി ശൈബി ഖൈറൻ നരയിൽ ഖൈറുണ്ടെന്ന് അള്ളാഹു അറിയുകയാണെങ്കിൽ ജാവർതുഹുൽ അബ്റാറു
നല്ലവർ അള്ളാഹുവിന്റെ അയൽപക്കത്ത് താമസിക്കും. ഫിൽ ഖുൽദി സ്വർഗത്തിൽ ശീബൻ നരച്ചവരായ നിരയിൽ ഖൈറുണ്ടെന്ന് അറിയുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഖുൽദ് എന്ന് പറഞ്ഞ ഉദ്ദേശം സ്വർഗാണ്. അബ്റാർ എന്ന് പറഞ്ഞാൽ ഖിയാറുൻ നാസ്, അതായത് അല്ലാഹു തആല സ്വർഗത്തിൽ എല്ലാവരെയും നിരയോട് കൂടെ താമസിപ്പിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ നിരയിൽ ഖൈറില്ലാത്തത് കൊണ്ടാണ് എല്ലാവരും ചെറുപ്പക്കാരായിട്ട് സ്വർഗത്തിൽ താമസിക്കുന്നത്. ജമ്മു അഷിയബിൻ, അഷിയബിന്റെ ജമ്മാണ് ഇത് ഷീബ്. ഓ ഹാലു, ഷീബ് എന്നുള്ള ഹാലാണ് മിനൽ അബ്റാറി. ആ അബ്റാർ തന്നെ നല്ലവരായ നിലയിൽ അള്ളാഹുവിന്റെ അയൽപക്കത്ത് താമസിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അല്ലാഹു തആല സ്വർഗത്തിൽ അവർ നരച്ചവരായ നിലയിൽ അള്ളാഹു സ്വർഗത്തിൽ അവരെ താമസിപ്പിക്കും എന്നർത്ഥം. സുമ്മന്തക്കലമിന്ന, അങ്ങനെ ഉണ്ടായിട്ടില്ല, നിരയിൽ ഖൈറില്ല. സുമ്മന്തക്കലമിന്ന ആദൽ കലാമി, ഷായിർ കലാമിൽ നിന്ന് നീങ്ങി ഇലാമ ഒന്നിലേക്ക്, ലാ യുലായിമു ഹു, ഈ കലാമ് യോജിക്കണില്ല ഹു ആ ഒന്നിനോട്. ഫക്കാല, എന്നിട്ട് ഷായിർ പറഞ്ഞു, കുല്ലു യോമിൻ, എല്ലാ ദിവസത്തിലും, തുബുദി ഐ തുലിഹിറു സുറൂഫുൽ ലയാലി, രാത്രിയുടെ ഗതിമാറ്റം വെളിവാക്കുന്നു. ഹുലുക്കം മിൻ അബീ സഈദിൻ, അബീ സഈദിൽ നിന്നുള്ള നല്ല സ്വഭാവത്തെ. എങ്ങനത്തെ സ്വഭാവമാണ്? ഖരീബൻ, നല്ല പുതുമയുള്ള സ്വഭാവം. അപ്പോ ആദ്യം പറഞ്ഞതിൽ നിന്ന് രണ്ടാമത്തെ ഈ വിഷയത്തിലേക്ക്, മഖ്സൂദിലേക്ക് നീങ്ങിയപ്പോൾ ഒരു മുനാസബത്ത് ഇവിടെ ഇല്ല. അതിനാണ് ഇഖ്തിലാബ്. സുമ്മ കൗനിൽ ഇഖ്തിലാബി മദ്ഹബൽ അറബി, ഈ ഇഖ്തിലാബ് അറബികളുടെ മദ്ഹബാകല്, വൽ മുഖറമീന ഐദഉബു, മദ്ഹബുൽ അറബി വൽ മുഖറമീന ഐദഉബുഹും, അവരുടെ ആദത്തും തരീഖും ആവൽ, ലാ യുനാഫി, അത് എതിരല്ല, അൻ യസുലക്കഹു, അതിൽ പ്രവേശിക്കലിനോട് എതിരല്ല, അൽ ഇസ്ലാമിയൂനീങ്ങൾ, വയത്തബിയുനഹും, ഇസ്ലാമീങ്ങൾ അവരോട് പിൻപറ്റും, വീതാലിക്ക ഈ വിഷയത്തിൽ. അതായത് ഒരു മുനാസബത്തില്ലാതെ തുടക്കത്തിൽ നിന്ന് മഖ്സൂദിലേക്ക് തുടങ്ങുന്ന വിഷയത്തിൽ ഇസ്ലാമീങ്ങളും ഈ മുഹറമീങ്ങളോട് പിൻപറ്റും, അതിനോട് എതിരല്ല. കാരണം ഫൈനൽ ബൈത്തൈനിൽ മദ്കൂറിന്, ഈ പറയപ്പെട്ട രണ്ട് ബൈത്തുണ്ടല്ലോ, ലൗറ അല്ലാഹു ഇന്ന ഫിശ്ശൈബി ഖൈറൻ ദഅവറത്തുൽ അബ്റാറു ഫിൽ ഖുൽദി, ലൗറ അല്ലാഹു അന്ന ഫിശ്ശൈബി, അന്നാണ് അന്ന ഫിശ്ശൈബി, ഇന്നല്ല അന്ന, ദഅവറത്തുൽ അബ്റാറു ഫിൽ ഖുൽദി ശീബാ കുല്ലു യൗമിൻ തുബ്ദി സുറൂഫുൽ ലയാലി ഖുലുക്കം മിൻ അബീ സഈദിൻ ഗരീബാ. ഈ രണ്ട് ബൈത്തിൽ അബി തമാമിൻ ഹുവ മിന ശുറാഇൽ ഇസ്ലാമിയ്യ, ശുറാക്കളിൽപ്പെട്ടതാണ്. പിന്നെ ഫി ദൗലത്തിൽ അബ്ബാസിയ, ഭരണകാലത്തുള്ള. അപ്പോ ഇവിടെ സംഗതി ഈ ഇഖ്തിലാബ് ഈ മുഖറമീങ്ങളുടെ സ്വഭാവമാണെങ്കിലും അവർ ആ തരീഖത്തിനോട് ഇസ്ലാമീങ്ങൾ പിൻപറ്റാറുണ്ട്. അവർ മുനാസബത്തില്ലാതെ മഖ്സൂദിലേക്ക് നീങ്ങളുണ്ട്, ഇസ്ലാമീയങ്ങളും. വാദൽ മാന, ഈ മാന ഇഖ്തിലാബ് എന്ന് പറഞ്ഞാൽ അറബികളുടെ മദ്ഹബാണ്, മുഹറമീങ്ങളുടെ മദ്ഹബാണ് എന്നത് ഇസ്ലാമീയങ്ങൾ അതിൽ പ്രവേശിക്കലിനോട് എതിരല്ല. ഈ മാന മഅഉലൂഇഹി, ഇത് വ്യക്തമാവലോടുകൂടെ കത് ഖഫിയല ബഅലി, ചിലരുടെ മേൽ അത് ഖഫിയായിട്ടുണ്ട്. അങ്ങനെ ഹത്ത ഇത്രദാ, ചിലർ ഇത്തിറാദാക്കിയ മുസന്നിഫിന്റെ മേലിൽ ഈ രണ്ട് ബൈത്ത് ഉദാഹരണം കൊണ്ടുവന്നത് ശരിയല്ലല്ലോ. ഈ ബൈത്ത് മുഹറമീങ്ങളിൽപ്പെട്ടവരുണ്ടാക്കിയതല്ലല്ലോ. എന്തുകൊണ്ടാണ് ഇത്തിറാദാക്കിയത്? ബി അന്ന അമാത്തമാമ് ലം യകുൻ ഫിൽ ജാഹിലിയത്തി, ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നില്ല. ഫകൈഫ യകൂനു മിനൽ മുഖറമീന, അബൂ തമാം ഇങ്ങനെ മുഖറമീങ്ങളിൽപ്പെട്ടതാവുക നിഷ്കാരാക്കി.